ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم أرنا الحق حقا وارزقنا اتباعه، وأرنا الباطل باطلا وارزقنا اجتنابه. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു വിശദീകരണം നമ്മൾ നടത്താനുള്ള കാരണം, മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചില ആളുകൾ അവർ മുമ്പേ ചെയ്തു വരുന്നതാണ്. മാസപ്പിറവി അത് കാണേണ്ടതില്ല, കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഗോളശാസ്ത്ര കണക്കുകൾ ന്യൂ മൂൺ ഉണ്ടായിട്ടുണ്ട്, പുതിയ ചന്ദ്രൻ ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ നോമ്പായി പെരുന്നാളായി. നോക്കുക എന്നൊരു പരിപാടിയില്ല. വേറെ കേരളത്തിലെ നദുവത്തുൽ മുജാഹിദീനും അത് വളർന്ന് കഷ്ണങ്ങളായിട്ടുള്ള പല കഷ്ണങ്ങളും പറഞ്ഞു വരുന്നൊരു രീതിയുണ്ട്. മുമ്പേ ഗോളശാസ്ത്ര കണക്കുകൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ നോക്കണ്ടില്ല, പിന്നെ കണ്ടു എന്ന് വിശ്വസ്തരായ ആളുകൾ പറഞ്ഞാൽ പോലും വിശ്വസിക്കേണ്ടതില്ല എന്നാണ് നദുവത്തുൽ മുജാഹിദീൻ കൊണ്ട് പറഞ്ഞു വരുന്നത്. അതിൽ നിന്ന് അതിൽ പല തകരാറുകളും മനസ്സിലാക്കുകയും തകരാറുകളൊക്കെ മനസ്സിലാക്കിയിട്ട് നന്നാവാൻ വേണ്ടിയാണ് പുറത്തു വന്നത് എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോവുകയും ചെയ്ത ചില ആളുകൾ. അവരും ബാക്കി പല വിഷയങ്ങളിലും എന്ന പോലെ ഇതിലും മാതൃസംഘടനയുടെ ഫോട്ടോസ്റ്റാറ്റാണ്. പഴയ ഏതിൽ നിന്നാണോ വന്നത് അതങ്ങനെ തന്നെ, ഒരു വ്യത്യാസമില്ല. ചില കാര്യകാരണ ബന്ധങ്ങളിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, ചില ഭൗതികത്തിലും അഭൗതികത്തിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ ബാക്കി എല്ലാത്തിലും എന്താണോ നദുവത്തുൽ മുജാഹിദീൻ പറഞ്ഞു വന്ന ബാത്തിലുകൾ അത് അങ്ങനെ തന്നെ കൊണ്ടുപോകുന്ന ശൈലിയാണ്. നമ്മൾ നല്ലത് പ്രതീക്ഷിച്ചിരുന്ന ഒരു വിഭാഗവും ഇപ്പൊ കൊണ്ടുപോകുന്നത്. ആ പ്രതീക്ഷയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു, അപ്പൊ തീരെ ബാക്കിയില്ല, അല്ലാഹു റബ്ബുൽ ആലമീൻ ഉദ്ദേശിച്ചാലല്ലാതെ. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ എന്താണ് ഈ മാസപ്പിറവി? മുസ്ലിമീങ്ങളുടെ ഫിത്രത്തിലുള്ള കാര്യമാണ്. മുസ്ലിമീങ്ങളൊക്കെ ഇങ്ങനത്തെ കുറെ പുതിയ കാര്യങ്ങൾ ഒന്നും മനസ്സിൽ കയറാത്ത മുസ്ലിമീങ്ങൾക്ക് പണ്ടേ അറിയാവുന്ന കാര്യമാണ് മാസം നോക്കി കാണലാണ്. മാസം, അതായത് ചന്ദ്രനെ ഹിലാലിനെ നോക്കലാണ് 29 ദിവസം കഴിഞ്ഞ അന്നത്തെ രാത്രി.
അത് കണ്ടില്ലെങ്കിൽ 30 പൂർത്തിയാക്കി പിന്നീട് പുതിയ മാസം ആരംഭിക്കുകയാണ്. ഇത് സലീമായ ഇങ്ങനെയുള്ള സംഘടനകളുടെ നൂലാമാലകളൊന്നും തലയിൽ കയറാത്ത എല്ലാവർക്കും പണ്ടുകൊണ്ടേ അറിയാവുന്ന കാര്യം. അതുകൊണ്ടാണ് ഈ വക മുൻകൂട്ടിയുള്ള പ്രഖ്യാപനങ്ങൾ കാണുമ്പോൾ പല ആളുകളും അന്തം വിടുന്നത്. ഈ വിഷയത്തിൽ എന്താണ് ഹഖ് എന്ന് ചുരുങ്ങിയ നിലക്ക് വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇമാം അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അഹ്ലുസുന്നയുടെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തെ ഇമാമാണെന്ന് പറയാവുന്ന മഹാനായ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ള ഒരു വിശദീകരണം അത് വായിച്ച് നമുക്ക് തുടങ്ങാം. അതിന്റെ ബർക്കത്തുണ്ടാകട്ടെ. നമ്മുടെ ഇഖ്ലാസിന്, നമ്മുടെ സംസാരത്തിന് പോരായ്മകൾ ഉണ്ടെങ്കിൽ മഹാന്മാരായ ഈ വക ഉലമാക്കളുടേത് വായിക്കും ഇൻഷാ അല്ലാഹ്. അതിന്റെ ബർക്കത്ത് കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇബ്നു ബാസ് പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على عبد الله ورسوله محمد وعلى آله وأصحابه والتابعين لهم بإحسان إلى يوم الدين. أما بعد، فقد كثر الكلام حول العمل بالحساب الفلكي في دخول شهر رمضان وخروجه وتحديد الأعياد. فقد كثر الكلام ഒരുപാട് സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല അഭിപ്രായങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഹൗല അൽ അമൽ, നമ്മൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ച്, ബിൽ ഹിസാബിൽ ഫലക്കി, ഗോളശാസ്ത്ര കണക്കുകൾ പ്രകാരം, ഫി ദുഖൂലി ശഹ്രി റമദാൻ വ ഖുറൂജി, റമദാൻ വരുന്നതിനും പോകുന്നതിനും, റമദാൻ പിറവിയുടെ വിഷയത്തിലും ശവ്വാൽ പിറവിയുടെ വിഷയത്തിലും, തഹ്ദീദിൽ അയാദ്, ഈദുകൾ പെരുന്നാളുകൾ തീരുമാനിക്കുന്ന വിഷയത്തിലും ഒരുപാട് സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുകയാണ്, ഈദാഹൽ ഹുക്മി وبيانه لعامة الناس في هذه البلاد وغيرها. ഈ നാട്ടിലും അഥവാ മംലക്കത്തുൽ അറബിയ്യത്തുൽ സൗദിയ അറേബ്യയിലും പുറത്തുള്ള സാധാരണക്കാർക്ക് വേണ്ടി, ആമ്മത്തുൻ നാസിന് വേണ്ടി ഇത് വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ലിയകൂനു അലാ ബസീറത്തിൻ ഫീ ഇബാദതിഹിം ലിറബ്ബിഹിം, അവർ അവരുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ ബസീറത്തോടെ ഇബാദത്ത് ചെയ്യട്ടെ. ബസീറത്തോടെ അഥവാ വ്യക്തമായ ഉൾക്കാഴ്ചയോടെ, ഇൽമോടെ ഇബാദത്ത് ചെയ്യട്ടെ. തഖൂലു വബില്ലാഹി തൗഫീഖ്, അല്ലാഹുവിനോട് തൗഫീഖ് തേടിക്കൊണ്ട് ഞാൻ ഇതാ തുടങ്ങുന്നു. ശ്രദ്ധിക്കുക, ഇന്നല്ലാഹ സുബ്ഹാനഹു വതആല അല്ലഖ ബിൽ ഹിലാലി അഹ്കാമൻ കസീറതൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഹിലാലുമായി പല വിധികളും ഹിലാലിനെ ബന്ധപ്പെടുത്തി അല്ലാഹു റബ്ബുൽ ആലമീൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കസ്സൗമി വൽ ഹജ്ജി വൽ അഅയാദി വൽ അദദി വൽ ഈലാഇ വഗൈരിഹാ, നോമ്പും പെരുന്നാളും മാത്രമല്ല, സൗം നോമ്പ് പോലെ, വൽ ഹജ്ജ് പോലെ, വൽ അഅയാദ് ഈദുകൾ പോലെ, വൽ അദദ് ഇദ്ദകൾ, ഇദ്ദ ആചരിക്കണമല്ലോ. ഭർത്താവ് പിന്നെ മരണപ്പെട്ടാൽ തഹ്ദീദ്, അതുപോലെ ഭർത്താവ് തലാഖ് ചൊല്ലിയാൽ ഇദ്ദ ഉണ്ട്. ഏത് മാസം നോക്കിയിട്ടാണ്? ചാന്ദ്രമാസം നോക്കിയിട്ടാണ് ഈ ഹിലാൽ ഉദിക്കുന്നതും അത് ഒരു മാസം കഴിഞ്ഞത് ചെറുതായി ഇല്ലാതായി പോകുന്നത്, പിന്നെ വീണ്ടും അങ്ങനെ. അതാണ് ഒരു പെണ്ണിന്റെ ഭർത്താവ് മരിച്ചാൽ 4 മാസവും 10 ദിവസവും. തലാഖ് ചൊല്ലുകയാണെങ്കിൽ 3 ശുദ്ധികാലം, 3 ആർത്തവം ഉണ്ടാകുന്ന സമയം. ഇനി ആർത്തവം ഗർഭിണികളാണെങ്കിൽ പ്രസവിക്കുന്നത് വരെ, ആർത്തവം നിന്ന സ്ത്രീകളും ആർത്തവം തുടങ്ങാത്ത സ്ത്രീകളുമാണെങ്കിൽ 3 മാസം. ഇതാണ് ഇതൊക്കെ ഏത് നോക്കിയിട്ടാണ്? ഈ മറ്റേ കലണ്ടർ നോക്കിയിട്ടല്ല, ജനുവരി ഫെബ്രുവരി കലണ്ടർ നോക്കിയിട്ടല്ല, മറിച്ച് ഹിലാല് നോക്കിയിട്ടാണ്. അതുപോലെ വൽ ഈല എന്നാൽ ഭാര്യമാരെ കുറച്ചു നാളത്തേക്ക് ഞാൻ അവരെ സമീപിക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഖുർആനിൽ അല്ലാഹു പരാമർശിച്ചിട്ടുള്ളത്, വല്ലദീന യുഖ്ലൂന മിൻ നിസാഇഹിം തറബ്ബുസു 4 അശ്ഹുർ. സ്ത്രീകളുമായി ഈലാഹ് നടത്തുന്ന ആളുകൾ 4 മാസം കാത്തിരിക്കട്ടെ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വഗൈരിഹി, ഇതല്ലാത്തത്, ലിഅന്നൽ ഹിലാല, കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ ഇതിനൊക്കെ നമുക്ക് ഹിലാൽ ഏർപ്പെടുത്തി തന്നിട്ടുള്ളത്, ചന്ദ്രൻ അടിസ്ഥാനമാക്കി ഇതൊക്കെ നമുക്ക് അല്ലാഹു ഏർപ്പെടുത്തി തന്നിട്ടുള്ളത് മശ്ഹൂദുൻ മർഇയ്യുൻ ബിൽ അബ്സാർ, അത് നമുക്ക് ഏവർക്കും കാണാൻ പറ്റുന്ന നിലക്കാണ് ചന്ദ്രനുള്ളത്.
ومن أصح المعلومات ما شوهد بالأبصار കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന വിവരങ്ങളിൽ ഏറ്റവും ശരിയായതുമാണ്. ولأن رسول الله صلى الله عليه وسلم جعل الحكم بالهلال معلقا على الرؤية وحدها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിലാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് റുഅ്യ മാത്രം അടിസ്ഥാനമാക്കിയിട്ടാണ്. എന്താണ് റുഅ്യ? കണ്ണുകൊണ്ട് കാണുക. കണ്ണുകൊണ്ട് കാണുക എന്നതിനെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. لأنها الأمر الطبيعي الظاهر الذي يستطيعه عامة الناس. കാരണം അതാണ് ഏത് സാധാരണക്കാരനും ഏത് നാട്ടുകാരനും ഒരു കലണ്ടറും ഒരു ക്ലോക്കും ഒന്നുമില്ലാത്ത കാലത്തായാലും നാട്ടിലായാലും ഏവർക്കും പറ്റുന്ന കാര്യമാണ്. ഇസ്ലാമിന്റെ കാര്യം അങ്ങനത്തേതാണ്. ഏവർക്കും സാധിക്കുന്നത് അത് നോക്കിയിട്ട് മനസ്സിലാക്കലാണ്. فلا يحصل ليس على أحد في أمر دينه كما قال صلى الله عليه وسلم. അതുകൊണ്ട് ഒരു ഹറജും ദീനിൽ ഒരു ഹറജ് ഒരു പ്രയാസവും ഒരാൾക്കും ഉണ്ടാവുകയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതുപോലെ. എന്നിട്ട് ഇമാം ബുഖാരി മുസ്ലിമും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ച പ്രസിദ്ധമായ ഹദീസ് ഇബ്നു ബാസിയുടെ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നാ ഉമ്മത്തുൻ ഉമ്മിയ. നമ്മൾ എങ്ങനത്തെ ഉമ്മത്താണ്? ഉമ്മിയായ ഉമ്മത്താണ്. എന്താണ് ഉമ്മി എന്ന് പറഞ്ഞാൽ? റസൂൽ പറഞ്ഞു, ലാ നക്തുബ് വലാ നഹ്സുബ്. നമ്മൾ എഴുതുകയില്ല, അതുപോലെ കണക്ക് ഈ ഗോളശാസ്ത്ര കണക്ക് അതും നമുക്കില്ല. ഈ ഹദീസിനൊക്കെ ഇപ്പൊ കണക്കിന്റെ ആളുകൾ വല്ലാതെ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് നമ്മളവിടത്തേക്ക് വരും. അതിനൊക്കെ ഉലമാക്കൾ എന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എഴുതുന്നില്ല, കണക്ക് കൂട്ടുന്നില്ല, ഇത് രണ്ടും നമുക്കറിയില്ല, നമ്മൾ ഉമ്മിയാണ്. അശ്ശഹുറു ഹകദ വഹകദ വഹകദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൾ കാണിച്ചിട്ട് മാസം കാണിച്ചു കൊടുത്തു. ഇങ്ങനെ 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 മൂന്നാമത്തെ തവണ ഒരു വിരല് 29, അതുപോലെ വേറെ 30 കാണിച്ചു കൊടുത്തു. ഇബ്നു ബാസ് പറയുന്നു, യഅനി മറത്തൻ 29 വമറത്തൻ 30. അഥവാ ചിലപ്പോൾ 29, ചിലപ്പോൾ 30. അതുപോലെ വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ലാ തസൂമു, നിങ്ങൾ നോമ്പെടുക്കരുത്, ഹത്താ തറൗ അൽ ഹിലാൽ, നിങ്ങൾ ഹിലാൽ കാണുന്നത് വരെ. നിങ്ങൾ ഹിലാൽ കാണുന്നത് വരെ. ഏറ്റവും വലിയ കാര്യം എന്താന്ന് പറഞ്ഞാൽ ഹിലാലിന്റെ അർത്ഥം തന്നെ കാണുന്നത് എന്നാണ്. ഭൂമിയിൽ കാണുന്നത് ഉള്ളതുകൊണ്ടാണ് അതിന് ഹിലാലിന് പേര് വന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് വ്യക്തമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഹിലാൽ എന്ന് ലോകത്തിൽ അർത്ഥം തന്നെ എന്താ? ഭൂമിയിൽ കാണാൻ പറ്റുന്നത് എന്നാണ്. കാണാതെ ഇവന്റെ കണക്ക് കൊണ്ട് തെളിയുന്നത് അതിന് ഹിലാൽ തന്നെ പറയാൻ പറ്റൂല. അപ്പൊ ഹിലാൽ അത് നിങ്ങൾ കാണാതെ നിങ്ങൾ നോമ്പെടുക്കരുത്. വലാ തുഫ്തിറു ഹത്താ തറൗ, നിങ്ങൾ പെരുന്നാളാക്കരുത് അത് കാണുന്നത് വരേക്കും. ഫൈൻ ഹുമ്മ അലൈക്കും ഫഅക്മിലുൽ ഇദ്ദത 30. എന്നാൽ നിങ്ങൾക്ക് അത് മറയപ്പെട്ടാൽ, മേഘം മൂടി കാണാതിരുന്നാൽ ഫഅക്മിലുൽ ഇദ്ദത 30 പൂർത്തിയാക്കുക. 30 പൂർത്തിയാക്കുക. വമിൻ ഹാദാ, ഇതിൽ നിന്ന് യതബയ്യനു, വ്യക്തമാകുന്നു, أن المعول عليه في إثبات الصوم والفطر وسائر الشهور هو الرؤية أو إكمال العدة. നോമ്പാകട്ടെ, പെരുന്നാളാകട്ടെ, ബാക്കിയുള്ള മാസങ്ങളാകട്ടെ, ഇതിനൊക്കെ നമ്മൾ അതിനാസ്പദമാക്കേണ്ടത് എന്തിനെയാണ്? റുഇയയാണ്, അഥവാ കാഴ്ചയാണ്. ഔ ഇക്മാൽ അൽ ഇദ്ദ, കണ്ടില്ലെങ്കിൽ 30 മാസം, അതിൽ കൂടുകയില്ല. ഇതാണ് അടിസ്ഥാനം. അതുപോലെ ولا عبرة شرعا بمجرد ولادة القمر في إثبات الشهر القمري بدءا وانتهاء بإجماع أهل العلم المعتد بهم ما لم تثبت رؤيته شرعا. ابن باز പറയുന്നു, ولا عبرة شرعا, ദീനിൽ യാതൊരു വിലയുമില്ല, بمجرد ولادة القمر, ചന്ദ്രൻ പിറന്നു എന്ന് പറയുന്നതിൽ. അതാണ് ഈ ന്യൂ മൂൺ എന്ന് പറയുന്ന ഈ കണക്കുകാരുടെ പിറവി. അത് മറ്റേ ഒരു കൗമുണ്ടല്ലോ, അത് മാത്രം മതി എന്ന് പറയുന്നത്. ബാക്കി കേരളത്തിലെ മതസംഘടനകളെ അതിന്റെ ഒരു ഭാഗമാണ് എടുത്തിട്ടുള്ളത്. രണ്ടും പാടില്ലാത്തത്, രണ്ടും ബാത്തിലാണ്. അത് മുഴുവനായി എടുക്കലാകട്ടെ, ഭാഗികരായി എടുക്കലാകട്ടെ, ബാത്തിലാണ്. ഒരടിസ്ഥാനമില്ല. അപ്പൊ ഇത് ഇങ്ങനെ ജനിച്ചു എന്ന് പറയുന്നതിന്റെ പേരിൽ ഇസ്ബാത്തി ഷഹരിൽ ഖമരി, ചന്ദ്രമാസം പിളർന്നു എന്ന് പറയൽ, ബദ്അൻ
വൻതിഹാൻ തുടങ്ങിയെന്നും അവസാനിച്ചുവെന്നും പറയൽ അതിന് യാതൊരു പരിഗണനയുമില്ല. ബിഇജ്മാഇ അഹ്ലിൽ ഇൽമിൽ മുഅ്തദ് ബിഹിം പരിഗണനീയരായ ഉലമാക്കളുടെ ഇജ്മാ പ്രകാരം മുസ്ലിം ഉമ്മത്ത് ഏകോപിച്ച കാര്യമാണ് ആ വിഷയത്തിൽ. എല്ലാ ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട്. ശാഫിഈ മദ്ഹബിലെ വളരെ പിൽക്കാലക്കാരായ ചില ആളുകൾ മാത്രമാണ് ഈ കണക്കിന്റെ പിന്നാലെ പോയിട്ടുള്ളത്. മുൻഗാമികളിൽ ഒരാൾക്കും ഇങ്ങനെ ഒരു വാദമില്ല. വഹാദാ ബിന്നിസ്ബതി ലിതൗഖീത്തിൽ ഇബാദാത്ത്, ഇത് ഇബാദത്തിന്റെ സമയം നിർണ്ണയിക്കുന്ന കാര്യത്തിനാണ്. വമൻ ഖാലഫ ഫീ ദാലിക മിനൽ മുആസിരീൻ, ഇതിൽ ഇക്കാലക്കാരായ മുആസിറുകളായ അഥവാ ആധുനികരായ ആരെങ്കിലും ഇതിനോട് എതിര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫമസ്ബൂഖുൻ ബിഇജ്മാഇ മൻ ഖബ്ലഹു വഖൗലുഹു മർദൂദ്, അവനേക്കാൾ മുമ്പേ മുസ്ലിം ഉമ്മത്ത് ഇജ്മാ ആയിട്ടുള്ള കാര്യമാണ്, അവന്റെ ഖൗൽ മർദൂദാണ്, പറഞ്ഞാൽ തള്ളപ്പെട്ട ഖൗലാണ്. لأنه لا كلام لأحد مع سنة رسول الله صلى الله عليه وسلم. റസൂലുള്ളാഹിന്റെ സുന്നത്ത് സ്ഥിരപ്പെട്ടാൽ പിന്നെ ആർക്കും ഒരു വർത്തമാനമില്ല, ഒരാളുടെയും സംസാരം ദീനിൽ പരിഗണിക്കുകയില്ല. വലാ മഅ ഇജ്മാഇ സലഫ്, മുൻഗാമികളുടെ ഇജ്മാ കഴിഞ്ഞാൽ. അമ്മ ഹിസാബു സിയർ الشمس والقمر فلا يعتبر في هذا المقام لما ذكرنا آنفا. എന്നാൽ സൂര്യനും ചന്ദ്രനും ചലിക്കുക എന്നത് ഈ വിഷയത്തിൽ പരിഗണിക്കേണ്ട കാര്യമേ അല്ല. എന്നിട്ട് ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അതിന് ഇവർ പറയുന്ന ചില ന്യായങ്ങളും അതിനുള്ള മറുപടികളും ഓരോന്നോരോന്നും എന്ന് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ ഓരോന്നും വിശദീകരിക്കും. അതിനു മുമ്പ് നമ്മൾ ചുരുക്കി ആദ്യം മനസ്സിലാക്കിയ എന്താണ് കാര്യം. നമ്മുടെ നാട്ടിൽ രണ്ടു കൂട്ടരുണ്ട്. ഒരു കൂട്ടർ പറയുന്നത് കാണുക എന്നുള്ള പരിപാടിയില്ല, പിന്നെന്താണ് ഗോളശാസ്ത്ര കണക്കുകൾ പ്രകാരം ചന്ദ്രൻ പിറന്നു, ന്യൂമോ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു, അതൊരാൾക്ക് കാണാൻ കഴിയുകയില്ല, അത് കാണാൻ കഴിയുകയില്ല. അതുണ്ടായി എന്ന് ഇവർക്ക് ഒബ്സർവേറ്ററികൾ പറഞ്ഞു കൊടുത്താൽ, അത് നിരീക്ഷിക്കുന്നു എന്ന് പറയുന്ന ഊരും പേരൊന്നും അറിയാത്ത ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ എന്തായി, മാസം ആയി എന്നാണ്. നോക്കുക എന്നൊരു പരിപാടിയില്ല. അതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പഴച്ച വിഭാഗം. പിന്നെ ഭാഗികമായി റുഇയയുമുണ്ട് ഹിസാബുമുണ്ട് എന്ന് പറയുന്ന ആളുകൾ. അതാണ് പണ്ട് മുതലേ തദ്വീഖുൽ മുജാഹിദീൻ പറഞ്ഞു വരുന്നത്. അത് ശാഫിഈ മദ്ഹബിലെ ഒരു വിഭാഗത്തിന്റെ വളരെ പിൽക്കാലക്കാരായ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായമാണ്. അത് തെറ്റാണ്. മുൻ കഴിഞ്ഞു പോയ നല്ലവരായ മൗലവിമാർ ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഫല്ലാഹു അൻഹു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ എന്നല്ലാതെ നമുക്ക് അതൊരിക്കലും സ്വീകരിക്കേണ്ട ബാധ്യതയില്ല. കാരണം വ്യക്തമായത് തെറ്റാണെന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് എന്താണ്, കാണണം. അവരുടെ വാദം എന്താണെന്ന് പറഞ്ഞാൽ കാണണ്ട നമ്മൾ പറയുന്നില്ല, കാണുക തന്നെ വേണം. കണ്ടാൽ മാത്രമേ മാറ്റം ഉറപ്പിക്കാവൂ. നമ്മൾ ഒരുപാട് തവണ മാസപ്പുറയുടെ പ്രശ്നം വരുമ്പോൾ ഈ വർത്താനം കേൾക്കാറുണ്ട്, മുമ്പ് കേട്ടു വരുന്നതാണ്. കാണണം, കാണുക തന്നെ വേണം. പക്ഷേ ഏത് ദിവസം കാണണം? സൂര്യൻ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചു എന്ന് കണക്കുകൾ പറയുന്ന ഗോളശാസ്ത്ര കണക്ക് പറയുന്ന ദിവസം ഒരാൾ കണ്ടു എന്ന് പറഞ്ഞാൽ എടുക്കാൻ പാടില്ല. മറിച്ച് എന്ത് വേണം? ഗോളശാസ്ത്ര കണക്കുകൾ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ അസ്തമിച്ചു എന്ന് പറഞ്ഞ ദിവസം ആയിരിക്കണം കണ്ടു എന്ന് പറയില്ല. അപ്പോഴേ കാണുകയുള്ളൂ എന്നാണ് അവരുടെ വാദം. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ അസ്തമിച്ചാലേ ചന്ദ്രനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അവരുടെ വാദം. ഇത് ബാത്തിലാണ്, തെറ്റാണ്. അങ്ങനെയല്ല, അല്ലെങ്കിലും കാണും. എമ്പാടും കണ്ടിട്ടുണ്ട്. ഉലമാക്കൾ അതിന് സാക്ഷികളാണ്. അവരതിന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കാൻ ഒരിക്കലും സാക്ഷ്യം തള്ളിക്കളയാൻ പറ്റാത്ത ആളുകൾ അതിന് സാക്ഷികളായിട്ടുണ്ട്, രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് കാര്യങ്ങൾ. അത് ബാത്തിലാണ്. അത് റുഇയയെയും ഹിസാബിനെയും യോജിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് ചെയ്തവനും റസൂലുള്ളാഹിന്റെ വാക്കിനോട് എതിരാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പഠിപ്പിക്കാത്ത കാര്യമാണ്. ഒരുപാട് ഫസാദുകൾ അതിന്റെ പിന്നിൽ വരുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനം പറയും. ഇതാണ് ഇതിന്റെ ചുരുക്കം. ഇനി ഈ വാദം, അതായത് ഈ പറയപ്പെട്ട ആളുകളുടെ കുറച്ച് കാഴ്ചയും കുറച്ച് കണക്കും എന്ന് പറയുന്ന ആളുകളുടെ വാദത്തെ കുറിച്ച് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഇവിടെ തന്നെ പറയുന്നുണ്ട്.
തഖ്ദീറുൽ മുദ്ദത്തി അല്ലതി യുംകിനു മഅഹാ റുയത്തുൽ ഹിലാൽ. ഇബ്നു ബാസ് പറയുന്നു, അതായത് ഒരു പ്രത്യേക സമയം ഉണ്ട് എന്ന് പറയുക, അതായത് കാണാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. യുംകിനു മഅഹാ റുയത്തുൽ ഹിലാൽ, ഹിലാലിനെ കാണാൻ സാധ്യതയുള്ള കുറച്ച് സമയം. ബഅദ ഗുറൂബി ശംസി, അഥവാ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം, അസ്തമിക്കുന്നതിന് മുമ്പേ അസ്തമിച്ചാൽ ചന്ദ്രൻ അസ്തമിച്ചാൽ കാണില്ല എന്നാണ്. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ അസ്തമിച്ചാൽ കാണും എന്ന് പറയുന്ന ഈ വാദം ലൗലൽ മാനിഉ മിനൽ ഉമൂർ, ലൗലൽ മാനിഉ, മറ്റു തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ, മേഘങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ വേണം എന്നാലേ കാണും എന്ന് പറയുന്ന വാദം മിനൽ ഉമൂരിൽ ഇഅ്തിബാരിയ്യത്തിൽ ഇജ്തിഹാദിയ്യത്തിൽ ലതി തഖ്തലിഫു ഫീഹാ അൻവാറു അഹ്ലുൽ ഹിസാബ്, അൻവാറു അഹ്ലുൽ ഹിസാബ്. ഇത് ഈ കണക്കിന്റെ ആളുകളുടെ ഓരോരുത്തരുടെയും ഇജ്തിഹാദിനനുസരിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും വീക്ഷണത്തിൽ വ്യത്യാസം വരുന്ന ഒരു വർത്തനാണ്. അതിന് യാതൊരു ഇബറത്തുമില്ല എന്നാണ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഈ വിഷയം പറയുമ്പോൾ പറയുന്ന മറ്റൊരു വിഷയം, ഇത് രണ്ടും കൂടിക്കലർന്നു പോകരുത്, രണ്ടും കൂടിക്കലർന്നു പോകരുത്. നമ്മൾ പറയുന്നത് കണക്കിനെ ആശ്രയിക്കുന്നവരെ കുറിച്ചാണ്, കണക്കിന് ഭാഗികമായോ പൂർണ്ണമായോ ആശ്രയിക്കുന്നവരെ കുറിച്ചാണ്. അതിനിടയിൽ മറ്റൊരു അഭിപ്രായ വ്യത്യാസം, ഇത് രണ്ടും കൂടിക്കലർന്നു പോകരുത്. അതെന്താണ്? അത് സലഫികൾക്കിടയിൽ തന്നെ, അഹ്ലുസുന്നക്കിടയിൽ തന്നെ ഒരു വിഭാഗം പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അത് അവർ പറഞ്ഞു, ഏതെങ്കിലും ഒരു നാട്ടിൽ കണ്ടാൽ തന്നെ എല്ലായിടത്തും, അത് അറിഞ്ഞിട്ടുള്ള എല്ലായിടത്തും നോമ്പും പെരുന്നാളും ആക്കണം എന്ന് പറഞ്ഞ അഭിപ്രായമുണ്ട് സലഫി ലോകത്ത്. എന്നാൽ ശൈഖ് ഇബ്നു ബാസ്, അതുപോലെ അല്ലജ്നത്തു ദാഇമ, സൗദി അറേബ്യയിലെ പണ്ഡിത സഭ, ബക്കർ അബൂ സൈദ് ഒക്കെ പറയുന്നത് ജുംഹൂറിന്റെ ബഹുഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം ഞാൻ ഈ പറഞ്ഞതല്ല, മറിച്ച് ഓരോ നാട്ടിനും അവരവരുടെ കാഴ്ചയുണ്ട് എന്നുള്ളതാണ്. അതായത് ഓരോ നാട്ടിലും കാണണം, ഏതെങ്കിലും ഒരു നാട്ടിൽ കണ്ടാൽ ബാക്കിയുള്ളിടത്ത് എടുക്കരുന്നല്ല. ഒരു നാട് എന്ന് പറഞ്ഞാൽ ഉറപ്പനുസരിച്ചിട്ടുള്ളതാണ്, അഥവാ ആ നാട്ടുകാർ തീരുമാനിച്ചിട്ടുള്ളതാണ് നാടെന്ന് പറയുന്നത്. അത് മഖ്ല, ഉദയാസ്തമയ സ്ഥാനങ്ങൾ വ്യത്യാസമുള്ള നാടുകളാകുമ്പോൾ ആ നാട്ടിൽ കണ്ടാലാണ് അവിടെ നോമ്പും പെരുന്നാളും ആക്കേണ്ടത്. സൗദി അറേബ്യയിൽ കണ്ടാൽ അവിടെ എടുക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് ശൈഖ് ഇബ്നു ബാസ് ശരിയായി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു അഭിപ്രായം സലഫി ലോകത്തുണ്ട്. അതും നമ്മൾ ഈ കണക്കന്മാരുടെ അഭിപ്രായ വ്യത്യാസം തമ്മിൽ ആർക്കും കൂടിക്കലർന്നു പോയത്. ഇത് രണ്ടും വേറെ വേറെയാണ്, ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ല. അതിനെക്കുറിച്ച് ഇബ്നു ബാസ് പറഞ്ഞത് ഞാനൊന്ന് വായിക്കുകയാണ്, ആ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി. സലഫി ലോകത്തുള്ള ഒരു അഭിപ്രായമാണിത്. ഏത് സൗദി അറേബ്യയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയും അതനുസരിച്ച് നടപ്പിലാക്കണമെന്ന അഭിപ്രായം സലഫി ലോകത്തെ അഭിപ്രായം തന്നെയാണ്. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അന്നൽ അർജഹ്, ഈ വിഷയത്തിൽ ഏറ്റവും ശരിയായത് ഖൗലു മൻ ഖാൽ, ഇങ്ങനെ അഭിപ്രായമുള്ളവരുടേതാണ്. അതായത് ഇന്ന ലികുല്ലി ബലദിൻ റുയതഹു, ഓരോ നാട്ടുകാർക്കും അവരവരുടെ കാഴ്ചയുണ്ട്. വഅലൈഹിം യർജിഉ ഇല ഉലമാഇഹിം ഫി ദാലിക അമലൻ ലിമാ റവാഹു മുസ്ലിമുൻ ഫി സഹീഹ്. ഓരോരുത്തരും അവരവരുടെ നാട്ടിലെ ഉലമാക്കൾ അതിനനുസരിച്ച് എടുക്കുക, കാണുന്നതിനനുസരിച്ചിട്ടാണ് തീരുമാനിക്കേണ്ടത്. അതിനുള്ള തെളിവ് സഹീഹ് മുസ്ലിമിലെ ഒരു റിവായത്താണ്. എന്താണ് സഹീഹ് മുസ്ലിമിലെ റിവായത്ത്? ഖുറൈബ് റഹിമഹുല്ലാഹ്, അദ്ദേഹം താബിഇയാണ്, ഇബ്നു അബ്ബാസിന്റെ മൗലയായിരുന്നു, അദ്ദേഹത്തിന്റെ അടിമയായിരുന്ന ഖുറൈബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, أن أم الفضل بنت الحارث بعثته إلى معاوية في الشام. أم الفضل بنت الحارث رضي الله عنها അവർ ഖുറൈബിനെ ഷാമിലേക്ക് അയച്ചു, ഒരാവശ്യത്തിന് ഷാമിലേക്ക് അയച്ചു, മദീനയിൽ നിന്ന് ഷാമിലേക്ക് അയച്ചു, അഥവാ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് അയച്ചു. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ തലസ്ഥാനം അവിടെയാണ്, ഷാമിലെ ദിമഷ്കിലായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ തലസ്ഥാനം. അദ്ദേഹം പറയുന്നു, ഫഖദിംതു ശാമ ഫഖദൈതു ഹാജതഹ, ഷാമിൽ ചെന്ന് ഞാൻ ഉമ്മുൽ ഫദ്ൽ പറഞ്ഞ ആവശ്യം നിർവഹിച്ചു. എന്നിട്ട് അവിടെ ഞാനായിരിക്കെ വസ്തഹല്ല അലയ്യ റമദാൻ വഅന ബിശാം, ഷാമിലായിരിക്കെ ഞങ്ങൾ അവിടെ ഹിലാൽ കണ്ടു, ചന്ദ്രനെ കണ്ടു. റഅയ്തുൽ ഹിലാല ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ചയുടെ രാത്രി ആണ് നമ്മൾ ഷാമിൽ വെച്ച് കണ്ടത്. ثم قدمت المدينة, പിന്നെ ഞാൻ മദീനത്ത് തിരിച്ചു വന്നപ്പോൾ ആഖിറ ശഹർ, മാസത്തിന്റെ അവസാനം വന്നു. ഫസഅലനി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നോട് ചോദിച്ചു, സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നോട് ചോദിച്ചു,
മതാ റഅയ്തുമുൽ ഹിലാൽ, നിങ്ങൾ എപ്പോഴാണ് അവിടെ ഹിലാൽ കണ്ടത്? ഷാമിൽ എപ്പോഴാണ് ഹിലാൽ കണ്ടത്? ഫഖുൽതു റഅയ്നാഹു ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാവിലാണ് ഞങ്ങൾ കണ്ടത്. ഫഖാൽ അൻത റഅയ്തഹു, ഇബ്നു അബ്ബാസ് ചോദിച്ചു നീ തന്നെ കണ്ടോ? ഫഖുൽതു നഅം, അത് ഞാനും കണ്ടു. വറആഹു നാസ്, ജനങ്ങളും കണ്ടു. ഫഖാമു വഖാമ മുആവിയ, ജനങ്ങൾ നോമ്പെടുത്തു. ഭരണാധികാരിയായ മുആവിയ റളിയല്ലാഹു അൻഹ അദ്ദേഹം നോമ്പെടുത്തു. ഫഖാല, ഇബ്നു അബ്ബാസ് പറയുകയാണ് ലകിന്ന റഅയ്നാഹു ലൈലത്ത സബ്ത്, ഞങ്ങൾ കണ്ടത് ശനിയാഴ്ച രാത്രിയായിരുന്നു, പിറ്റേന്നായിരുന്നു ഞങ്ങൾ കണ്ടത്. ഇവിടെ മദീനയിൽ. ഷാമിൽ തലേന്നാണ് കണ്ടത്. അവസാന മാസം റമദാൻ അവസാനം ആകുമ്പോഴേക്കും തിരിച്ചെത്തി ഷാമിൽ നാൾ. എന്നിട്ട് പറഞ്ഞു അവിടെ ഞങ്ങൾ ഇങ്ങനെയാണ് കണ്ടത് നേരത്തെ. അപ്പോ പല നസാലു നസൂം, അപ്പൊ ഇദ്ദേഹം പറയുകയാണ്, ഇബ്നു അബ്ബാസ് പറയുകയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ നോമ്പെടുക്കുക തന്നെ ചെയ്യും. ഹത്താ നുക്മില 30 ഔ നറാ, ഒന്നുകിൽ 30 പൂർത്തിയാക്കുന്നത് വരെ, അല്ലെങ്കിൽ ഇവിടെ 29 ഇവിടുത്തെ കണക്ക് പ്രകാരം ഹിലാൽ കാണുന്നത് വരെ. അപ്പോ ഖുറൈബ് ചോദിച്ചു അവല നക്തഫി ബിറുഇയതി മുആവിയ, അവല നക്തഫി ബിറുഇയതി മുആവിയ, മുആവിയയുടെ കാഴ്ചയുമായി ആ നാട്ടിൽ കണ്ടതുപോലെ നമുക്കും അതനുസരിച്ച് നമുക്ക് പൂർത്തിയാക്കിയാൽ പോലെ. ഫഖാല, അപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞു ലാ, പാടില്ല. ഹകദാ അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ ചെയ്യാനാണ് റസൂലുള്ളാഹി ഞങ്ങളോട് പറഞ്ഞത്. ഈ സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ അഭിപ്രായമാണ്, ഓരോ നാട്ടിനും അവരവരുടെ കാഴ്ചയുണ്ട് എന്ന അഭിപ്രായമാണ് ശരി എന്ന് ഇബ്നു അബ്ബാസ് പറയുന്നു. പക്ഷെ മറ്റേ അഭിപ്രായം സലഫി ലോകത്ത് പരിഗണനീയമായ ഒരു അഭിപ്രായമാണ്. അതിന് ചില തെളിവുകളും അവർ ഉദ്ധരിക്കാറുണ്ട്. അതും നമ്മൾ ഈ പറയുന്ന കണക്ക് വിഷയവും തമ്മിൽ ആർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. അത് വേറെ വിഷയമാണ്. അത് സലഫികൾ അഹ്ലുൽ സുന്ന പരസ്പരം ഇതിന്റെ പേരിൽ ആക്ഷേപിക്കാത്ത ഒരു വിഷയമാണ്. എന്നാൽ മറ്റത് അങ്ങനെയല്ല, കണക്കിന്റെ അവസ്ഥ അങ്ങനെയല്ല, അത് ഗൗരവമുള്ളത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ളത് എന്താ? ഇന്ന ഉമ്മത്തുൻ ഉമ്മിയ, ആ ഹദീസിന്റെ തുടക്കത. ഇന്ന ഉമ്മത്തുൻ ഉമ്മിയ, നമ്മൾ ഉമ്മിയായ ഒരു ഉമ്മത്താണ്. അഥവാ എഴുത്തുമായനെ അറിയാത്ത, ഈ ജാതി കണക്കറിയാത്ത ഉമ്മത്താണ്. ഇപ്പൊ ചില ആളുകൾ വിചാരിച്ചു, ഇപ്പൊ ഈ കണക്കിന്റെ ആളുകൾ ഇപ്പോ ന്യായീകരിക്കുന്നതാണ്, അത് പണ്ട് അങ്ങനെയായിരുന്നു, ഇപ്പൊ നമ്മളങ്ങനെയല്ല, നമ്മൾ അതൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആവശ്യമില്ല. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ വിചാരിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊന്നും അറിയാത്ത പാവങ്ങളാണ് എന്ന് പറഞ്ഞാണ്. അങ്ങനെയല്ല, അത് മനസ്സിലാക്കിയ വേണ്ട തെറ്റുകൊണ്ടാണ്. ബക്കർ അബൂ സയ്യിദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അത് ഉമ്മത്തിന്റെ ദയനീയാവസ്ഥ പറയാനല്ല, ഉമ്മത്തിന്റെ അഭിമാനം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അതെങ്ങനെ? കാരണം ഈ ഉമ്മത്തിലേക്ക് വരുന്ന ഒരു അക്ഷരം അറിയാത്ത ആളാകട്ടെ, അവന് ദീന് നോമ്പെടുക്കാനോ പെരുന്നാളെടുക്കാനോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. മുകളിൽ നോക്കിയാൽ മതി, ഒരു പ്രയാസമില്ലാതെ നോമ്പെടുക്കാൻ പറ്റും, പെരുന്നാളെടുക്കാൻ പറ്റും, മാസം മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത് ഉമ്മത്തിന്റെ ദയനീയാവസ്ഥ അല്ല പറഞ്ഞത്, പിന്നെയോ ഉമ്മത്തിന്റെ ഖൈറായ അവസ്ഥയാണ് പറഞ്ഞത്. അപ്പൊ വിചാരിക്കും ഇതാണ് ഈ ആളുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാതെ ഉലമാക്കൾ വിശദീകരിച്ചതുപോലെ വിശദീകരിക്കാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്. ആ കാലത്ത് ഒന്നും അറിയാത്ത ആളുകൾ നിത്യം നമ്മളതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശം ആവശ്യമില്ല. ഇനി സഹോദരങ്ങളെ ഒന്ന് ചോദിക്കട്ടെ, ആരായിട്ട് ഇത് പഠിച്ചു എന്ന് പറഞ്ഞത്? ആരാണ് ഇപ്പൊ ഇത് പഠിച്ചത്? ഈ പള്ളിയിൽ എത്ര ആളുണ്ട്? ഏതെങ്കിലും ഒരാൾക്ക് ഈ പിന്നെ എപ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവ് ആർക്കെങ്കിലും ഉണ്ടോ? അത് ഇന്നും ഈ പറയുന്ന കണക്കിന്റെ ആളുകൾ ഈ ഉമ്മത്തിൽ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും കാഫിറുകളും എല്ലാവരും വെച്ച് കൂട്ടിയാലും വളരെ ചുരുക്കം ആളുകളാണ്. അവരെഴുതി വെച്ചത് വായിക്കാൻ അതാരുമാണ്? അതായിരിക്കാണ് പറ്റാത്തത്. അപ്പൊ ആ വിഷയത്തിൽ ഇന്നും ഉമ്മിയ തന്നെയാണ്, അത് യാതൊരു സംശയമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കൊരിക്കലും തെറ്റുകയില്ല. ആ വിഷയത്തിൽ അതറിയുന്ന ആരാണുള്ളത്? കലണ്ടർ നോക്കി കണ്ടുപിടിക്കുന്ന കാര്യമല്ലല്ലോ ഇത്. അത് ആർക്കും എഴുതി വെച്ചത് വായിക്കാൻ പറ്റും, അത് വേറെ കാര്യം. യഥാർത്ഥത്തിൽ അതിന്റെ ഹിസാബ് റസൂൽ പറഞ്ഞ എന്താണ്? ലാ നക്തുബ് വലാ നഹ്തുബ്, അതിന്റെ കണക്ക് നമുക്ക് കൂട്ടാറില്ല. ആ കണക്ക് ഇന്നും അങ്ങനെ തന്നെയാണ്. അതിൽ വളരെ 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 ചുരുങ്ങിയ ചില ആളുകളാണ് അതിന്റെ ആളുകൾ. അവർ പറയുന്നത് വിശ്വസിച്ചിട്ടാണ് മറ്റുള്ള ആളുകൾ അതിന്റെ പിന്നാലെ കൂടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ഒരിക്കലും തെറ്റാത്തതാണ്.
ഏത് നിലക്ക് നോക്കിയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം റസൂലുള്ളാഹിന്റെ ഈ വാക്ക് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഖൗലുഹു, റസൂലുള്ള പറഞ്ഞത്, ഇന്ന ഉമ്മത്തുൻ ഉമ്മിയത്തുൻ ലാ നക്തുബ് വലാ നഹ്സുബ്, നമ്മൾ ഉമ്മിയായ ഒരു ഉമ്മത്താണ്, ഒരു ജനതയാണ്, നമുക്ക് എഴുതാനും കണക്ക് കൂട്ടാനും അറിയില്ല. ഹുവ ഖബറുൻ, അതൊരു വിവരം അറിയിച്ചു തരലാണ്. തദമ്മനു നഹിയ, തദമ്മന നഹിയ, അത് ഖബർ മാത്രമല്ല ഒരു വിരോധവും അതിലുണ്ട്, പാടില്ല എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഇങ്ങനത്തെ കണക്കിന്റെ പിന്നാലെ പോകണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഖബറുൻ തദമ്മന നഹിയ, അതൊരു ഖബറാണ്, പാടില്ല എന്നത് അടങ്ങുന്ന ഖബറാണ്. فإنه أخبر أن الأمة التي اتبعته هي الأمة الوسط أمية لا تكتب ولا تحسب. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന ഈ ഉമ്മത്ത് ഉമ്മിയായ ഉമ്മത്താണ്, കണക്കൂട്ടാത്ത എഴുതാത്ത ഉമ്മത്ത് എന്നാണ് റസൂലുള്ള പറഞ്ഞത്. ഫമൻ കതബ ഔ ഹസബ, ഇനി ആരെങ്കിലും ഈ വിഷയത്തിൽ, ഈ കണക്ക്, ഈ ഹിലാലിനെ കാണുന്ന വിഷയത്തിൽ ഈ കണക്കിന്റെയും എഴുത്തിന്റെയും പിന്നാലെ പോയാൽ, ഔ ലം യകുൻ മിൻ ഹാദിഹിൽ ഉമ്മ ഫീ ഹാദൽ ഹുക്ം, ഈ വിഷയത്തിൽ അവൻ ഈ ഉമ്മത്തിൽ പെടുകയില്ല. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഈ വിഷയത്തിലുള്ള വാക്കുകൾ വളരെ കടുപ്പുള്ളതാണ്. ഈ റുഖിയ ഒഴിവാക്കിയിട്ട് ആരെങ്കിലും ഈ കണക്കിന്റെ പിന്നാലെ പോയാൽ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ അവൻ പെടില്ല എന്നാണ് റസൂലുള്ളാഹിന്റെ താക്കീത് എന്നാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്. ബൽ യകൂനു ഖദ് ഇത്തബ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മറിച്ച് അവൻ ആരായി മാറും? അൽ മുഅ്മിനൂൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബ, മുൻഗാമികളായ മുഅ്മിനീങ്ങൾ, അവരുടെ മാർഗമല്ലാത്തത് സ്വീകരിച്ചവനിലാണ് അവൻ പെടുക. അല്ലദീന ഹും ഹാദിഹിൽ ഉമ്മ ഫയകൂനു ഖദ് ഫഅല മാ ലൈസ മിൻ ദീനിഹാ വൽ ഖുറൂജു അൻഹാ മുഹറമുൻ മൻഹിയുൻ അൻഹു, ഈ മില്ലത്തിൽ നിന്ന് പുറത്തു പോകാന്നുള്ളത്, ഈ മില്ലത്തല്ലാത്തവരുടെ മില്ലത്ത് സ്വീകരിക്കുക എന്നുള്ളത് പാടില്ലാത്ത വിലക്കപ്പെട്ട കാര്യമാണ്. ഫയകൂനുൽ കിതാബു വൽ ഹിസാബുൽ മദ്കൂറാനി, ആ പറഞ്ഞ കിതാബും ഹിസാബും, ആ ഹദീസിൽ പറഞ്ഞ എഴുത്തും കണക്കും എന്താണ്? മുഹറമൈനി മൻഹിയൻ അൻഹുമാ, അത് ഹറാമാണ്, പാടില്ലാത്തത്. മനസ്സിലായോ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് അവർക്ക് കഴിയാത്തതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കുന്നു എന്നല്ല, മറിച്ച് ഈ ഉമ്മത്തിൽ അതങ്ങനെ തന്നെയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇത് പറയുമ്പോഴാണ് ഇവരുടെ പല വ്യാജ തെളിവ് പിടിക്കാറുള്ളത്. നമ്മൾ അവസാനം പറയും, അതിനു മുമ്പ് ഒന്ന് സൂചിപ്പിക്കാം. അവർ പറയും അശംസു വൽ ഖമറു ബിഹിസ്ബാൻ, സൂര്യന് ചന്ദ്രനൊക്കെ കണക്കനുസരിച്ചാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്, നിങ്ങൾ അറിയാൻ വേണ്ടി, അദദ സിനീന വർഷങ്ങളുടെ എണ്ണവും വൽ ഹിസാബ് കണക്കും അറിയാൻ വേണ്ടി എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞിട്ടുണ്ട് സൂര്യനെ ചന്ദ്രനെ കുറിച്ച്. അപ്പോൾ നോക്കണം എന്നാണ്. നോക്കൂ സഹോദരങ്ങൾ, ഒന്ന് തഫ്സീർ ഞാൻ പറയുന്നതിന് മുമ്പ് നേരെ ബുദ്ധിയോട് ആലോചിച്ചാൽ തന്നെ ബാത്തിലാണ് വെച്ചു. അള്ളാഹ് പറഞ്ഞതിന് നേരെ എതിരാണ് പറയുന്നത്. കാരണം അള്ളാഹു റബ്ബുൽ ആലമീൻ പറയുന്നത് സൂര്യനെയും ചന്ദ്രനെയും അള്ളാഹ് ഏർപ്പെടുത്തി തന്നിട്ടുള്ളത് നിങ്ങൾക്ക് കണക്ക് മനസ്സിലാകുന്നതാണ്. ഇവർ ചെയ്യുന്നത് നേരെ തിരിച്ചിട്ടാണ്. ഇവരെ കണക്ക് വെച്ചിട്ട് സൂര്യനെയും ചന്ദ്രനെയും മനസ്സിലാക്കാൻ നിൽക്കുക. അങ്ങനെയല്ല അള്ളാഹു പറഞ്ഞത്, മറിച്ച് ആ ചന്ദ്രനെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവും, ആ ചന്ദ്രൻ ഉദിച്ചു, അത് പൂർണ്ണ രൂപത്തിലായി, അത് ചെറുതായി 1 മാസമായി, പിന്നെ നേരെ പിന്നെ അങ്ങനെ 2 മാസം 3 മാസം, ഒരു കലണ്ടറും ഒരു കണക്കും, ഇതൊക്കെ വന്നിട്ട് എത്ര കാലമായി? ഇനി ഇത് എല്ലാ കാലത്തും ഉണ്ടാവും എന്ന് പറയാൻ പറ്റും, എല്ലാ നാട്ടിലും ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചുരുങ്ങിയ കാലത്തേക്കുള്ളതല്ല, അത് ഖിയാമത്ത് നാൾ വരെ ഉള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഏതൊരു മനുഷ്യനും ഈ ഹിലാലിനെ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് നോക്കി നിങ്ങൾക്ക് കണക്ക് മനസ്സിലാക്കാന്നാണ് അള്ളാഹു പറഞ്ഞത്. ഇവരെന്താ ചെയ്യുന്നത്? ഇവരെ കുറെ കണക്ക് നോക്കിയിട്ട് ചന്ദ്രൻ ഉദിച്ചോ ഇല്ലെന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് ഇതിന് ആയത്തു. ഇത് തഫ്സീർ ഒന്നും പറയാതെ മനസ്സിലാക്കുന്ന ബുദ്ധിശൂന്യതയാണ്. ഇമാം അസ്സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം സൂറത്തുൽ ബഖറയിലെ പ്രസിദ്ധമായ ആയത്തുണ്ടല്ലോ, യസ്അലൂനക അനിൽ അഹില്ല, അല്ലാഹു പറഞ്ഞു യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു, അനിൽ അഹില്ല, ഹിലാലിനെ കുറിച്ച്. അവർ നിന്നോട് ഹിലാലിനെ കുറിച്ച് ചോദിക്കുന്നു. ഖുൽ, പറയൂ നബിയെ, ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്, അത് നിങ്ങൾക്ക് മീഖാത്ത് മനസ്സിലാക്കാനുള്ളതാണ്, സമയം മനസ്സിലാക്കാനുള്ളതാണ്, ഹജ്ജിന്റെയും ജനങ്ങൾക്ക് ഹജ്ജിന്റെയും മറ്റും സമയം മനസ്സിലാക്കാൻ. ഇമാം അസ്സഅദി റഹിമഹുല്ലാഹ് വളരെ ഭംഗിയുള്ള ഒരു തഫ്സീർ ആയത്തിന് പറഞ്ഞിരിക്കുന്നു, ജഅലഹു അല്ലാഹു തആല ബിലുഫ്തിഹി വറഹ്മതിഹി അലാ ഹാദാ തദ്ബീർ, അല്ലാഹു ഈ ഹിലാലിനെ അവന്റെ റഹ്മത്ത് കൊണ്ട്, നമ്മോടുള്ള കാരുണ്യം കൊണ്ട് ഈ തരത്തിൽ നിയന്ത്രിച്ചിരിക്കുന്നു. വകദാലിക തഅരിഫു ബിദാലിക, നമുക്കതുകൊണ്ട് അറിയാൻ പറ്റും,
ഔഖാത്തി ദുയൂനിൽ മുഅജ്ജലാത്ത്, നമ്മളൊരാൾക്ക് നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്, കടം കൊടുത്തിട്ടുണ്ട്, 2 മാസം കഴിഞ്ഞ് തരാം, 3 മാസം കഴിഞ്ഞ് തരാം. ഈ പറയപ്പെട്ട കലണ്ടറും ഇതൊന്നും ഇല്ലാതെയും ഇത് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. 1 മാസം ആയിട്ടുണ്ട്, 2 മാസം ആയിട്ടുണ്ട്, ഇത് വരും, വലുതാവും ചെറുതാവും പോകും. കടം അത് മനസ്സിലാക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസ് കേട്ടിട്ടില്ല നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഈ അടുപ്പ് പുകയാറില്ല. ഹിലാൽ നമ്മൾ കാണും, ഹിലാൽ കാണും, ഹിലാൽ കാണും. അത് നോക്കിയിട്ടാണ് മാസം മനസ്സിലാക്കുന്നത്. 1 മാസമായിട്ടുണ്ട്, 2 മാസമായിട്ടുണ്ട്. കടം അതുപോലെ മുദ്ദത്തിൽ ഇജാവാത്ത്, വാടക കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമിലുള്ള ഏർപ്പാടുകളാണ് ഇതൊക്കെ. കടം വാങ്ങലും കൊടുക്കണം, വാടകയ്ക്ക് വാങ്ങലും കൊടുക്കലും. മുദ്ദത്തിൽ അദദി വൽ ഹംൽ, ഗർഭം എത്ര നാൾ ചുമന്നു, അതുപോലെ ഇദ്ദ എത്ര നാൾ. വഗൈരി ദാലിക മിമ്മാ ഹുവ മിൻ ഹാജാത്തിൽ ഖൽഖ്, ഇതുപോലെയുള്ള പടപ്പുകളുടെ എല്ലാ ആവശ്യങ്ങൾക്കുമാണ് അള്ളാഹു ഹിലാലിനെ ആക്കിയിട്ടുള്ളത്. ഫജഅലഹു തആല ഹിസാബാ, അള്ളാഹു അതിനെ ഹിസാബാക്കിയിരിക്കുന്നു. അത് വെച്ച് ഹിസാബ് മനസ്സിലാക്കാൻ, ഇവന്റെ ഹിസാബ് വെച്ചിട്ട് അത് കൂട്ടാനല്ല. യഅരിഫുഹു കുല്ലു അഹദ്, ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതെല്ലാവർക്കും അറിയാം, ഏതൊരാൾക്കും അറിയാം. മിൻ സഗീരിൻ വകബീരിൻ വആലിമിൻ വജാഹിലിൻ, മിൻ സഗീരിൻ വകബീരിൻ വആലിമിൻ വജാഹിലിൻ. ചെറിയ ആൾക്കും അറിയാൻ പറ്റും, വലിയ ആൾക്കും അറിയാൻ പറ്റും, ആലിമിനും അറിയാൻ പറ്റും, ഒന്നും അറിയാത്ത ആളുകൾക്കും അറിയാൻ പറ്റും. ഹിലാൽ നോക്കിയാൽ മതി. അള്ളാന്റെ റഹ്മത്താണ്. യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്. അതാണ് സൂര്യനെയും ചന്ദ്രനെയും കണക്കാക്കി, കണക്കിന് അടിസ്ഥാനത്തിലാക്കി എന്നൊക്കെ പറയുന്ന എല്ലാ ആയത്തിന്റെ അടിസ്ഥാനം. അല്ലാതെ ഇവരുടെ ഈ ബാത്തിനുള്ള തെളിവല്ല. യഥാർത്ഥത്തിൽ സൂര്യനും ചന്ദ്രനും കണക്കിന് അനുസരിച്ചാണ്. നിങ്ങൾക്ക് കണക്കറിയാനാണ്, നിങ്ങൾക്ക് മാസം അറിയാനാണെന്ന് പറഞ്ഞാൽ ഇതാണ്. അത് നോക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇതിനാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ ഇത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാതെ കണക്ക് ഇങ്ങോട്ട് നോക്കാനല്ല. ഇവർ പറയാറുള്ളത് ഈ കണക്കിന്റെ ഭാഗികമായി മറ്റേ കൗമിനെ പറ്റിയുള്ളത് ഇൻഷാ അല്ലാഹ് ഉലമാക്കളുടെ വളരെ കടുപ്പമേറിയ കൗലൊക്കെ വരുന്നുണ്ട്. ഇബ്നു റഹിമഹുല്ലാഹി കാഴ്ചയില്ല എന്ന് പറ്റ പറയുന്ന ആളുകൾ. എന്നാൽ ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ സംഘടനകൾ അഥവാ കണക്ക് കൊണ്ട് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ അസ്തമിച്ച ദിവസമേ കാണാൻ പറ്റൂ എന്ന് പറയുന്നത് തികച്ചും ബാത്തിലായ കാര്യമാണ്. അതിന് എതിരായ എമ്പാടും അനുഭവങ്ങൾ നമുക്കുണ്ടായിക്കൊണ്ട്. ഷെയ്ഖ് ഹമൂദ് ഇബ്നു അബ്ദുല്ലാഹ് അത്തുവൈദിരി റഹിമഹുല്ലാഹ്, വളരെ മഹാനായ, അറിയപ്പെട്ട, വളരെ പ്രസിദ്ധനായ കിബാറുകളിൽപ്പെട്ട ആലിമാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. ഹിജറ 1413 മരണപ്പെട്ടത്. ഇപ്പൊ 1437. ഏകദേശം 20ഓളം വർഷം മുമ്പ്. അദ്ദേഹം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ ഒരു റിസാലയുടെ പേര് തന്നെ എന്താ പറയുക? ഖവാത്തിഉർ റദ്ദി അലാ മൻ അവ്വല അലൽ ഹിസാബി ഫിൽ അഹില്ല. ഖവാത്തിഉൽ അദില്ല ഫിർ റദ്ദി അലാ മൻ അവ്വല അലൽ ഹിസാബി ഫിൽ അഹില്ല. ഈ ഹിസാബ് കൊണ്ട്, കണക്ക് കൊണ്ട് ചന്ദ്രനെ കാണും എന്ന് പറയുന്നവർക്കുള്ള ഖണ്ഡിതമായ തെളിവുകൾ എന്നാണ് അദ്ദേഹത്തിന്റെ റിസാലയുടെ പേര് തന്നെ. അദ്ദേഹം ഇത് എഴുതാനുണ്ടായ കാരണം എന്താണ്? ഹിജറ 1408 സൗദി അറേബ്യയിൽ ഇതേപോലെ ഈ കണക്കന്മാർ വന്നിട്ട് പറഞ്ഞു, ഈ വർഷം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം, അസ്തമിക്കുന്നതിന് മുമ്പേ ചന്ദ്രൻ അസ്തമിച്ചു പോകും, അതുകൊണ്ട് ഈ പ്രാവശ്യം കാണാൻ കഴിയില്ല. എന്നിട്ട് എന്തുണ്ടായി? എത്രയോ മനുഷ്യന്മാർ കണ്ണുകൊണ്ട് മുകളിലേക്ക് നോക്കിയപ്പോ ഇതിനെ കണ്ടു. ഒരു നിലക്കും നിഷേധിക്കാൻ പറ്റാത്ത നിലക്ക് ആളുകൾ കണ്ടു, സാക്ഷികൾ ഉണ്ടായി. അപ്പൊ ഷേഖ് അതിനെക്കുറിച്ച് പറയുകയാണ്, ഇവരുടെ ഈ കണക്ക് ബാത്തിലാണ്. കാരണം ഇവർ പറയുന്നത് എന്താ? കണക്ക് തെറ്റൂലെന്നാണ്. ഈ കണക്ക് തെറ്റൂല, ഇത് ഖത്ഈ ആണെന്നാണ് ഇവർ പറയുന്നത്. അത് തെറ്റാണ്. ഇത് വെറും വന്നിയാണ്. ഖത്ഈ എന്ന് പറഞ്ഞാൽ തെറ്റാത്തത്, ഖണ്ഡിതമായത്. വന്നി എന്ന് പറഞ്ഞാലോ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. യഥാർത്ഥം എന്താണ്? ഇതിലെ യാഥാർത്ഥ്യം എന്താണ്? ഇത് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതിനുള്ള ഒരുപാട് തെളിവുകൾ വരുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഏറ്റവും മുന്തിയ തെളിവാണ് ഈ 1408 സംഭവിച്ചത്. ഇദ്ദേഹം ഹമൂദ് തുവൈജി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, اعتماده على ظنه وحسابه في دخول شهر شوال في سنة 1408. ഇവർ ഈ വർഷമായി അഥവാ ഹിജറ വർഷം 1408 ഇവന്റെ ഊഹത്തിലും ഇവന്റെ കണക്കിലൊക്കെ ഇവൻ ആശ്രയിച്ചു. فقد زعم, എന്നിട്ട് ഇവർ ജൽപ്പിച്ചു, أن القمر سيغرب قبل غروب الشمس. എന്താണ് ജൽപ്പിച്ചത്? أن القمر سيغرب قبل غروب الشمس.
സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ചന്ദ്രൻ അസ്തമിക്കും എന്നിവർ പറഞ്ഞു. യൗമൽ അഹദ് അൽ മുവാഫിഖ് ലിസ്സാത്തി വൽ 20 മിൻ റമദാൻ, റമദാൻ 29 അഥവാ ഞായറാഴ്ച, കൊല്ലം തന്നെ ശേഖ ചെയ്താണ്. ഞായറാഴ്ച ഇവർ പറഞ്ഞെന്താ, കാണൂല, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ചന്ദ്രൻ അസ്തമിക്കുന്നുണ്ട്, അതുകൊണ്ട് കാണൂല എന്ന് പറഞ്ഞു. വഖദ് ളഹറ ഖതഉഹു ഫീ ളന്നിഹി വഹിസാബിഹി അല്ലദി ലൈസ ബിമുൻദബിസിൻ, ഇവര് രേഖയില്ലാത്ത ഒരു അടിസ്ഥാനമില്ലാത്ത ഇവരുടെ അതായത് കൃത്യമല്ലാത്ത ഇവരുടെ കണക്ക് തെറ്റാണ് എന്ന് നമുക്ക് ഈ വർഷം ബോധ്യപ്പെട്ടു. വദാലിക ബിസുബൂതി റുഅയത്തിൽ ഹിലാൽ ഫീ ലൈലത്തിൽ ഇസ്നൈൻ ഫീ ആദദിൻ മിനൽ മുദുനി വൽ ഖുറാ ഫിൽ മംലകത്തിൽ അറബിയ്യത്തി സഊദിയ. അതേ ദിവസം തന്നെ, അഥവാ ഇവർ പറഞ്ഞത് ഞായറാഴ്ച കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം കഴിഞ്ഞുള്ള രാത്രിയാണ്, അതേ രാത്രി തന്നെ, അതിനാണ് തിങ്കളാഴ്ച രാവുന്നു പറയുന്നത്. ആ രാത്രി തന്നെ മംലക്കത്തുൽ അറബിയ്യത്ത് സഊദിയിൽ അഥവാ സൗദി അറേബ്യയിലെ പല പട്ടണങ്ങളിലും ഈ ചന്ദ്രൻ ആളുകൾ കാണുകയുണ്ടായി. വറുഇയ അയ്ദൻ ഫീ ഗൈരിൽ മംലക്കത്തിൽ അറബിയ്യ, സൗദിയിലല്ലാത്ത മിനൽ ബിലാദിൽ മുജാവിറത്തി ലഹാ, ഇതിന്റെ അയൽ രാജ്യങ്ങളിലും ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പലതിലും കാണുകയുണ്ടായി. കമാ ഖദ് ദക്കറ ദാലിക ഫി ബഅദിൽ ഇദാഅത്ത്, ദുക്കറ ദാലിക ഫി ബഅദിൽ ഇദാഅത്ത്, റേഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ മറ്റുള്ള നാട്ടിലും കണ്ടു, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ കണ്ടു. ഇതാരുടെ സാക്ഷ്യമാണ്? ഏതെങ്കിലും ജാഹിലിന്റെ സാക്ഷ്യമല്ല. ഹമൂദ തുവൈജിരി റഹിമഹുല്ലാഹ്, അദ്ദേഹം കിബാറുകളിൽപ്പെട്ട ആലിമാണ്, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള മഹാനായ പണ്ഡിതനാണ്, മരണപ്പെട്ടുപോയി. അദ്ദേഹം പറയാണ് ഇത് ബാത്തിലാണെന്ന് നമുക്ക് ഈ കാഴ്ചയിലൂടെ തന്നെ തെളിഞ്ഞു. ഈ കാഴ്ചയെ നിഷേധിക്കാൻ മുസ്ലിമിന്റെ അവന്റെ കാഴ്ചയെ, അവന്റെ അദാലത്തിനെ, അവന്റെ നീതിയെ മോശമായി പറയാൻ ഇവർക്ക് ആർക്കാണ് പറ്റുക? മാത്രമല്ല ഒരാളതല്ല, ഇത് ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചത്. ഇപ്പോ ഞാൻ പറഞ്ഞ വർഷം 1408-ലാണ്. ഇനി ഇത് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഇത് ചില വർഷങ്ങൾ മാത്രമാണ്, നമുക്ക് അറിയാണ്ട് എത്രയോ സംഭവിച്ചിട്ടുണ്ടാവും. അറിയുന്ന ഉലമാക്കൾ രേഖപ്പെടുത്തി ചില വർഷങ്ങൾ ഞങ്ങളോട് പറയാം ഇതുപോലെ സംഭവിച്ചത് കാണൂല എന്ന് ഇവർ പറഞ്ഞു, എന്നിട്ട് കണ്ടത്. ഒന്ന് ഈ പറഞ്ഞ 1408, അതിനു മുമ്പ് 1389 സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഹിജറ വർഷമാണ് പറയുന്നത്, ഇപ്പോൾ 1437, 1389 നടന്നിട്ടുണ്ട്. 1427 നടന്നിട്ടുണ്ട്. അതപ്പോ 10 വർഷം മുമ്പ്. ചില ഓർമ്മകൾ ചില ആളുകൾക്ക് വരുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. 1427 ഇവിടുത്തെ കാര്യമല്ല, കുറച്ച് കാര്യം. 1413 ആ വർഷം സംഭവിച്ചിട്ടുണ്ട്. ഇത് ഇപ്പൊ ഹമൂദ് തുവൈജിരി ഇത് സ്ഥിരപ്പെടുത്തി ഞാൻ വായിച്ചു. ഇതുപോലെ സാലിഹ് അൽ ലുഹൈദാൻ ഹഫളഹുല്ലാഹ് ഇന്നും ജീവിച്ചിരിക്കുന്ന ഹൈഅത്തു കിബാരിൽ ഉലമായിൽ ഉള്ള മഹാനായ പണ്ഡിതനാണ് സാലിഹ് അൽ ലുഹൈദാൻ. അദ്ദേഹം പറഞ്ഞു ഇതുപോലെ കണ്ടു, എന്നിട്ട് പത്രങ്ങളിലൊക്കെ കുറെ ആളുകൾ വസ്വാസം ഉണ്ടാക്കാൻ നടക്കുന്നു അവന്റെ കണക്കും കൊണ്ട് എന്ന് സാലിഹ് അൽ ലുഹൈദാൻ പറഞ്ഞു. ഇത് നോക്കൂ നിങ്ങൾ, ഇതാരുടേതാന്ന് പറയും? 1407 സംഭവിച്ചതിനെ കുറിച്ച് പറയാണ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്. അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹി ബിൻ ബാസ് മജ്മൂഉ ഫതാവയിൽ അദ്ദേഹം പറയുകയാണ് ബിഅന്ന അൽ ഹഖായിഖ അൽ ഇൽമിയ, ഈ വർഷം ഇവരുടെ ഈ ശാസ്ത്രത്തിന്റെ തീരുമാനങ്ങൾ എന്തായിരുന്നു? തുഅക്കിദു ആദമ ഇംകാനിയത്തി റുഅയത്തി ഹിലാൽ റമദാൻ മസാഅ അൽ ഇസ്നൈൻ മുത്ലഖ, അന്ന് അഥവാ തിങ്കളാഴ്ച വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച രാത്രി കാണുകയില്ല എന്ന് ഈ കണക്കിന്റെ ആളുകൾ അവരുടെ ശാസ്ത്രം കൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. ഹൈസു അസാദ, അവർ പറഞ്ഞു അന്നൽ ഹിലാല, ചന്ദ്രൻ ആവും എന്താവും? യഗീബു ഖബ്ല ഗുറൂബി ശംസ്. ഇതേ വാക്ക് ഇതാണ് ഇവിടെ പറയാറുള്ളത്. കലണ്ടറിലൊക്കെ അതാണ് കൊടുക്കാറുള്ളത്. സൂര്യൻ അസ്തമിക്കുന്ന ഇത്ര മിനിറ്റ് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കും, സൂര്യൻ ഇത്ര മിനിറ്റ് ശേഷം ചന്ദ്രൻ അസ്തമിക്കും. അത് അഹ്ലുസുന്നയുടെ കലണ്ടറിൽ പോലും ഉണ്ട്. ഒരാവശ്യമില്ല, അതിന്റെ യാതൊരു ആവശ്യവും നമുക്കില്ല. എന്തിന്റെ ആവശ്യമുള്ളത്? ഇതിന്റെ ആവശ്യം നമുക്കില്ല. ഇവരിങ്ങനെ പറഞ്ഞു എന്താണ്? ഹൈസു അഫാദ അന്നൽ ഹിലാല യഗീബു ഖബ്ല ഗുറൂബി ശംസി ബിഹവാലി 20 ദഖീഖ, സൂര്യൻ അസ്തമിക്കുന്നതിന്റെ 20 മിനിറ്റ് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കും എന്ന് പറഞ്ഞു. പക്ഷെ എന്തുണ്ടായി? കണ്ടത് വളരെ സ്ഥിരപ്പെട്ടു. ലിഹിലാൽ റമദാൻ ഫിലൈലത്തി സുലാസ, അതായത് അന്ന് ചൊവ്വാഴ്ച രാത്രി, തിങ്കളാഴ്ച അന്ന് രാത്രി അഥവാ ചൊവ്വാഴ്ചന്റെ തലേന്ന് രാത്രി തന്നെ കണ്ടത് സ്ഥിരപ്പെടുകയുണ്ടായി മംലക്കത്തുൽ അറബിയ്യത്തി സഊദിയ. ഇതാരാ പറഞ്ഞു? ഇബ്നു ബാസ്. ഏതെങ്കിലും കള്ളന്മാരെ വെച്ച് കണ്ടു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന അങ്ങനെയുള്ള വിവരക്കേട് ചെയ്യുന്ന ആളുകളല്ല ഉലമാക്കൾ. നമ്മളെക്കാളൊക്കെ ബുദ്ധിയുള്ള മഹാന്മാരായ ഉലമാക്കളാണ്, നബിമാരുടെ പിൻഗാമികളാണ് അവർ. നമുക്കാണ് അവരെക്കാളും ബുദ്ധിന്ന് ആരും
വിചാരിച്ചു പോകരുത്. മറിച്ച് നബിമാരുടെ പിൻഗാമികൾക്കാണ് ഏറ്റവും നല്ല ബുദ്ധിയുള്ളത്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇത് വളരെ അറിയപ്പെട്ട കാര്യമാണ് ഇവർ പറയുന്നത്. ഇത് മലയാളികളും കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഗൾഫിലുണ്ടായിരുന്ന പല ആളുകളും അനുഭവം പറഞ്ഞിട്ടുണ്ട്. എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ചില ആളുകൾക്ക് അനുഭവം ഉണ്ടാവും. കണക്കുകൾ പറഞ്ഞു കാണൂല. എന്നിട്ട് ഗൾഫിലുള്ള ആളുകൾ നേരെ അവനായിട്ട് കണ്ണുകൊണ്ട് നോക്കി കണ്ട പിന്നെന്ത് ശാസ്ത്രം, പിന്നെന്ത് കണക്ക്. എത്ര ആളുകൾ, ഒന്ന് രണ്ടുമല്ല, ഒരുപാട് ആളുകൾ ഇങ്ങനെ കണ്ടതായി പറഞ്ഞിട്ടുണ്ട്. 1408 നടന്നു, 1427, അതുപോലെ 1413 ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടായി. അതുപോലെ തന്നെയാണ് ഇതിപ്പോ ഞാൻ സാലിഹ് ഹൈദാന്റെ പറഞ്ഞു, ഹമൂദ് തുവൈജീരി പറഞ്ഞത് പറഞ്ഞു, ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് പറഞ്ഞു. ഇനി നോക്കൂ, ബക്കർ അബൂ സെയ്ദ് റഹിമഹുല്ലാ ലജ്നത്തു ദായിമയിലുണ്ടായിരുന്ന, നമ്മൾ ഈ ഇബാദത്തൊക്കെ എമ്പാടും വായിച്ചിരുന്നു. ബക്കർ അബൂ സെയ്ദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിരുന്നത്. ബക്കർ അബൂ സെയ്ദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ വേറൊരു വർഷം കൂടി നടക്കുകയുണ്ടായി. എന്താണ് അദ്ദേഹം പറഞ്ഞു? ഫീ ഹിലാലിൽ ഫിത്രി ശഹരി ശവ്വാൽ മിൻ ഹാദൽ ആം 1406, ഈ വർഷം അഥവാ 1406 ഫഇന്നൽ ഹാസിബീന, ഈ കണക്കിന്റെ ആളുകൾ അഅലനു, അവർ പ്രഖ്യാപിച്ചിരുന്നു, അന്നതീജ ഫിസ്സുഹുഫി, പത്രങ്ങളിലൊക്കെ അവർ പ്രഖ്യാപിച്ചിരുന്നു, ബിസ്തിഹാലത്തി റുഅയത്തി ഹിലാലി ശവ്വാൽ ലൈലത്തുൽ സബ്ത്, ശനിയാഴ്ച രാത്രി ഹിലാൽ കാണാൻ സാധ്യമല്ല. അങ്ങനല്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ? സാധ്യമല്ലാത്തതിനാൽ നമ്മൾ മറ്റേ ബുധനാഴ്ച പെരുന്നാളെത്തി. ഇത് സാധ്യമല്ല ഇവർ മുൻകൂട്ടി പറയുകയാണ് ഈ കണക്കന്മാരുടെ ഇത് പിടിച്ചിട്ട്. ഇതൊക്കെ മറ്റുള്ള നാടുകളിൽ ആരാണ് ചെയ്യാറുള്ളത്? ഉലമാക്കൾ ഇങ്ങനത്തെ പണിക്ക് നിൽക്കൂല. ചെയ്യാറുള്ളത് ഇങ്ങനത്തെ കണക്കിന്റെ ആളുകളും പത്രക്കാരൊക്കെയാണ്. ഇവിടെ വലിയ വലിയ പണ്ഡിത സംഘടനയൊക്കെ പേരിട്ട് ഉലമ എന്നുള്ള പേര് മോശമാക്കാൻ വേണ്ടിയുള്ള കുറെ ആളുകൾ, ആ പേരിനെ മോശമാക്കാനുള്ള ചില ആളുകൾ ആണ് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത്. മുമ്പേ പ്രഖ്യാപിക്കുന്നത് കാണാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ നേരത്തെ പ്രഖ്യാപിക്കണം. ഇതുപോലെ പ്രഖ്യാപിച്ചു. പക്ഷേ സ്ഥിരപ്പെട്ടു, കണ്ടത് സ്ഥിരപ്പെട്ടു. എങ്ങനെയാണ് സ്ഥിരപ്പെട്ടത്? 20 ഷാഹിദ. എത്ര സാക്ഷികൾ? 20 സാക്ഷികൾ കണ്ടു. 20 സാക്ഷികൾ സൗദി അറേബ്യയിൽ കാണുകയുണ്ടായി. على أرض المملكة العربية السعودية في مناطق مختلفة. സൗദിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്തല്ല, മറിച്ച് പല സ്ഥലത്ത്, في عاليتها وشمالها وشرقها, അതിന്റെ വടക്കും അതുപോലെ കിഴക്കും ഉയർന്ന ഭാഗത്തും ഒക്കെ കാണുകയുണ്ടായി. വറുഇയ ഫി അഖ്താരി ഉഖ്റ മിനൽ വിലായത്തിൽ ഇസ്ലാമിയ, സൗദി അല്ലാത്ത മറ്റുള്ള നാടുകളിലും കാണാനുണ്ടായി. ഇവരെ പറഞ്ഞെന്താ? കാണൂല. അപ്പൊ ഇത് തെറ്റാണ് എന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന കാര്യമാണ്. ബക്കർ അബൂ സെയ്ദ് ഇത് പറഞ്ഞിട്ടുള്ളത് ഫിഖ്ഹുൻ നവാസിൽ എന്ന അദ്ദേഹത്തിന്റെ ഒരു കിതാബുണ്ട്. ഫിഖ്ഹുൻ നവാസിൽ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ആധുനികമായ പല വിഷയങ്ങളും, ഇതുപോലെയുള്ള ആധുനികമായ പല വിഷയങ്ങളും അതിന്റെ യഥാർത്ഥ ഇസ്ലാമിക വിധി എന്താണ് എന്ന് വ്യക്തമാക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു കിതാബാണ് ഫിഖ്ഹുൻ നവാസിൽ. അതിൽ പൊളിച്ചെടുക്കുന്നുണ്ട് ഈ കണക്കിന്റെ ആളുകൾ. അവരുടെ ഓരോ തെളിവും ഒരു അടിസ്ഥാനവുമില്ല എന്ന് ബക്കർ അബൂ സെയ്ദ് റഹിമഹുല്ല തെളിയിച്ചിട്ടുണ്ട്. ഉലമാക്കൾ തെളിയിച്ചതുപോലെ ഇരിക്കും. അവർ തെളിയിച്ചാൽ നമ്മൾ പ്രസംഗിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കുറെ ആളുകൾ അവരുടെ ആധുനിക സങ്കല്പവും അങ്ങനെ പറയുന്നത് പോലെയല്ല. അവരുടെ തെളിയിക്കലാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, മാത്രമല്ല സൗദി അറേബ്യയിൽ സാക്ഷ്യം സ്വീകരിക്കും. ഇതിപ്പോ 20 ആളുടെ കാര്യമാണ് പറയുന്നത്. ഒരാളുടെ സാക്ഷ്യം തന്നെ മാസപ്പിറവിക്ക് സ്വീകരിക്കാൻ പല കണ്ടീഷനും ഉണ്ട് അവരുടെ നാട്ടിൽ. ഒരാൾ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ പണം എടുക്കൂല, മറിച്ച് ചോദിക്കും, എങ്ങനെ കണ്ടപ്പോ എങ്ങനെ കോലം എങ്ങനെയായിരുന്നു, സൂര്യന്റെ സ്ഥാനത്ത് നിന്ന് എവിടെയായിരുന്നു ഇതുണ്ടായിരുന്നത്, ഇങ്ങനെ പല ചോദ്യങ്ങളും ചോദിക്കും. എന്നിട്ട് മാത്രമാണ് ഇത് അംഗീകരിക്കുക. നേരെ വന്നിട്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് അങ്ങ് എടുക്കുക എന്ന് വിചാരിക്കരുത്. അങ്ങനെ എടുത്താൽ തന്നെ ധാരാളമാണ് മുസ്ലിങ്ങളുടെ കാഴ്ച, അവരുടെ ആചാരത്തിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക, ഇങ്ങനെയാണ് സൗദി അറേബ്യയിൽ ചെയ്യുന്നത്. ഇത് വ്യക്തമായ അനുഭവങ്ങളും തെളിവുകളുമാണ്. ഇതിനെ നിഷേധിക്കാൻ യഥാർത്ഥത്തിൽ കഴിയുകയില്ല. അപ്പോ നമുക്ക് സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഈ കണക്ക് തെറ്റുക എന്നുള്ളത്. എങ്ങനെയാണ് ഈ കണക്ക് തെറ്റുക? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ കണക്കിനെ കുറിച്ച് നമ്മുടെ മുൻഗാമികളുടെ നിലപാടെന്താണ്, നമ്മളത് ആദ്യം പഠിക്കുക. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം കണക്കിന്റെ ആളുകളെ കുറിച്ച് പറഞ്ഞു, ഫദീനുനാ ലാ യഹ്താജു അൻ യക്തുബ മാ അലൈഹി അഹ്ലുൽ കിതാബ്. നമുക്ക് ഈ ദീനിൽ ഇങ്ങനെ ഈ മാസപ്പറവ് കണക്കൂട്ടേണ്ട എഴുതേണ്ട ആവശ്യമില്ല. അഹ്ലുൽ കിതാബ് ചെയ്തിരുന്നത് പോലെ അവർ മിൻ അന്നഹും യഅലമൂന മവാഖിത സൗമിഹിം
വഫിത്രിഹിം ബികിതാബിൻ വഹിസാബിൻ. അവരവരുടെ നോമ്പും അവരുടെ മാസപ്പിറവൊക്കെ കണ്ടിരുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ഇങ്ങനെ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു അവരോടും കൽപ്പിച്ചത് ഹിലാലിനെ നോക്കാനായിരുന്നു. അവരാണ് ഈ പണി തുടങ്ങിയത്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, തത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലൂ യഖറബ ലതബിഅ്തുമൂഹും. അവരെ നിങ്ങൾ കാണാനായി മുഅ്മിനുമായി പിൻപറ്റുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണിത് ഞാൻ പറഞ്ഞല്ലേ, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ വദീനുഹും, അവരുടെ ദീൻ തന്നെ മുഅല്ലഖുൻ ബിൽ കുതുബി, ഇങ്ങനെ കണക്ക് എഴുതി വെച്ച കിതാബുകളുമായിട്ടാണ് അവരുടെ ദീൻ തന്നെ അതിനെ ആശ്രയിച്ചിരിക്കുന്നു. ലൗ ഉദിമത് ലം യഅരിഫു ദീനഹും, അക്കിതാബുകളില്ലെങ്കിൽ അവരുടെ ദീൻ തന്നെ ഇല്ല. വലിഹാദാ യൂജദു അക്സറ അഹ്ലി സുന്ന യഹ്ഫദൂന അൽ ഖുർആന വൽ ഹദീസ് അക്സറ മിൻ അഹ്ലി അൽ ബിദഅ. ഇതുകൊണ്ടാണ് അഹ്ലു സുന്നയിലും നിങ്ങൾക്ക് ഇത് കാണാം. അഹ്ലു സുന്ന ഖുർആനും ഹദീസും ഹിഫ്ളാക്കും അഹ്ലുൽ ബിദഅയിനെക്കാളും അവരുടെ അധികം എഴുത്തായിരിക്കും. അഹ്ലു സുന്നയിലാണ് ഹിഫ്ളാക്കുന്നവരെ കൂടുതൽ കാണുക അഹ്ലുൽ ബിദഅയിനെക്കാളും. എന്നിട്ട് ഇബ്നു തൈമിയ്യ പറയുന്നു, ഫീഹിം ശിബുഹും ബി അഹ്ലിൽ കിതാബ് മിൻ ബഅദിൽ വുജൂഹ്. ഈ അഹ്ലുൽ ബിദഅത്തിന്റെ ആളുകൾക്ക് യഹൂദികളും നസ്രാനികളുമായി ഈ വക വിഷയങ്ങളിലും സാദൃശ്യമുണ്ട്, ഹിഫ്ളാക്കുന്ന കാര്യത്തിൽ പോലും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത്തഫഖ അഹ്ലുൽ ഹിസാബിൽ ഉഖലാ. ഇത് മനസ്സിലാക്കണം, കണക്കിന്റെ ആളുകളിൽ തന്നെ ബുദ്ധിയുള്ള ആളുകൾ, കണക്കിന്റെ ആളുകളിൽ തന്നെ, അതായത് കണക്ക് കൂട്ടാൻ അറിയുന്ന ആളുകളുടെയാണ് ഉദ്ദേശം. ഈ ഗോളശാസ്ത്ര കണക്കുകൾ അറിയുന്നവരിൽ തന്നെ ബുദ്ധിയുള്ള ആളുകൾ അല അന്ന മഅരിഫത ളുഹൂരിൽ ഹിലാലി ലാ യുബ്ബസു ബിൽ ഹിസാബ് ളബ്തൻ താമ്മൻ ഖത്ത്. വിത്തനെ പറയുന്നു, ഈ കണക്കിന്റെ ആളുകൾ തന്നെ, അവരിൽ ബുദ്ധിയുള്ള ആളുകൾ ഉറപ്പിച്ചു പറയും, ഇതിന്റെ കാഴ്ച കാണുമോ ഇല്ലേ എന്നുള്ളത് കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഉറപ്പിച്ചു വരാൻ കഴിയുകയില്ല എന്നാണ് അവരിൽ തന്നെ അഖിലുള്ള ആളുകൾ പറയുന്നത്. വലിദാലിക ലം യതകല്ലം ഫീഹി ഹുദ്ദാഖുൽ ഹിസാബ്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ തന്നെ നല്ല കഴിവുള്ള ആളുകൾ ഈ വർത്താനം പറഞ്ഞിട്ടില്ല. ബൽ അൻകറുഹു, അല്ല ഇതിനെ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വഇന്നമാ തകല്ലമ ഫീഹി ഖൗമുൻ മിൻ മുതഅഖിരീഹിം. അവരിൽ നിന്ന് ഇത് പറഞ്ഞിട്ടുള്ളത് പിൽക്കാലക്കാരായ ആളുകൾ മാത്രമാണ്. നമ്മൾ കണക്ക് പ്രകാരം കാണൂല എന്ന് പറഞ്ഞ ദിവസം കാണുകയില്ല എന്ന് പറഞ്ഞത് പിൽക്കാലക്കായ ആളുകൾ മാത്രമാണ്. വദാലിക ബലാലുൻ അൻ ദീനില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് പിഴച്ചുപോക്കാണ്. വതഗ്യീറുൻ ലഹു ശബീഹുൻ ബിളലാലി യഹൂദി വന്നസാറ. ഇത് യഹൂദി നസ്രാനികളോട് സാദൃശ്യപ്പെടലാണ്. അമ്മ ഉമിറു ബിഹി മിനൽ ഹിലാൽ ഇലാ ഗായത്തി ശംസ് വഖ്തൽ ഇജ്തിമാഇൽ ഖുർസൈൻ അല്ലദി ഹുവൽ ഇസ്തിസ്റാർ. അവരോട് അല്ലാഹു കൽപ്പിച്ചത് യഥാർത്ഥത്തിൽ ഹിലാലിനെ നോക്കാനായിരുന്നു. പക്ഷെ അവർ സൂര്യന്റെ മറ്റു പല കണക്കുകളിലേക്കും പോയി അതിൽ നിന്ന് തെറ്റിക്കളഞ്ഞു. അതുപോലെ ഈ ഹിലാൽ ഇങ്ങനെ കണക്ക് നോക്കുന്നതിന്റെ മറ്റൊരു ഷർറാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഖുർആനിൽ ജാഹിലിയാക്കളെ പിന്നെ മുശ്രിക്കുകളെ വിമർശിച്ച് പറഞ്ഞ കാര്യമാണ് നസീഇനെ കുറിച്ച്. എന്താണ് നസീ എന്ന് പറഞ്ഞാൽ? ഖുർആനിൽ സൂറത്ത് തൗബയിൽ നമുക്ക് കാണാം. അല്ലാഹു പറഞ്ഞു, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖ അസ്സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറും. അല്ലാഹു ആകാശഭൂമികളെ പടച്ച അന്ന് മുതൽ മാസങ്ങളുടെ എണ്ണം 12 ആണ്. മിൻഹാ 4 ഹുറും, അതിൽ 4 പവിത്ര മാസമാണ്. ഖുർആനിലായിട്ടാണ് 4 പവിത്ര മാസം. സലാസുൻ മുതവാലിയാത്ത് വറജബുൻ ഫർദുൻ, 3 അടുത്തടുത്ത മാസങ്ങൾ, പിന്നെ ഒറ്റക്കുള്ളൊരു മാസം. അതായത് ദുൽഹിജ്ജ, ദുൽഖഅദ, മുഹറം, 3 അടുത്തടുത്താണല്ലോ. പിന്നെ ഒറ്റക്കുള്ളത് ഏതാ? റജബ്. 4 യുദ്ധം നിഷിദ്ധമായ പവിത്രമായ മാസങ്ങൾ. 3 അടുപ്പിച്ചടുപ്പിച്ചാണ്. 1 റജബ് പിന്നെയാണ്. ഹജ്ജിന്റെ യാത്രയും ഹജ്ജ് കഴിഞ്ഞുള്ള തിരിച്ചുപോക്കുമൊക്കെ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടതുകൊണ്ട് സുരക്ഷിതമായിരുന്നു പണ്ട് കാലത്ത്. ഇൻഷാ അല്ലാഹ് അത് സുരക്ഷിതമാണ്. ഈ 4 മാസങ്ങൾ പവിത്രമാണ്. അള്ളാഹു പറഞ്ഞു. എന്നിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുകയാണ്, ഇന്നമൻ നസീഉ, എന്നാൽ നസീ എന്ന പരിപാടി സിയാദത്തുൻ ഫിൽ കുഫ്ർ, കുഫർ വർദ്ധിപ്പിക്കലാണ്. യുബല്ലു ബിഹിൽ ലദീന കഫറു, അതുകൊണ്ട് കാഫിറുകൾ വഴിതെറ്റുന്നു. യുഹല്ലൂനഹു ആമാ വയുഹർരിമൂനഹു ആമാ, ചില മാസങ്ങളിൽ അവർ പവിത്ര മാസത്തെ അതിന്റെ പവിത്രത കളഞ്ഞ് ഹലാലാക്കുന്നു, ചില മാസങ്ങളിൽ അവർ അത് ഹലാലിനെ ഹറാമാക്കുന്നു. എന്ന് പറഞ്ഞാൽ ജാഹിലിയത്തിലെ മുശ്രിക്കുകളുടെ പരിപാടി എന്താ? യുദ്ധം നിഷിദ്ധമാക്കിയ മാസമാണ് ഈ 4 മാസം. അത് അവർക്കും അറിയാം, അത് അംഗീകരിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ മുഹറമിൽ യുദ്ധം ചെയ്യാനുള്ള ഒരു ചാൻസ് ഒന്നും, അല്ലെങ്കിൽ യുദ്ധം ചെയ്യേണ്ട ഒരു അർത്ഥം. അപ്പൊ അവർ പറയുന്നു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഈ മാസം നമുക്ക് മുഹറം വേണ്ടത് അടുത്ത മാസം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്കാക്കും. അതിനാണ് നസീ എന്ന് പറയുക. അള്ളാഹു പറഞ്ഞു സിയാദത്തുൻ ഫിൽ കുഫ്ർ, അത് കുഫറാണ്.
യുദല്ലു ബിഹി അല്ലദീന കഫറു, അതുകൊണ്ട് കാഫിറുകളുടെ ബലാലത്ത് വർദ്ധിക്കുന്നു. യുഹല്ലൂനഹു ആമ വയുഹർരിമൂനഹു ആമ വയുഹല്ലു മാ ഹറമല്ലാഹ്, അങ്ങനെ അവർ അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കുന്നു, അള്ളാഹു പവിത്രമാക്കിയതിന്റെ പവിത്രത ഇല്ലാതാക്കുന്നു. എന്താ സംഗതി, എന്താ നടക്കുന്നത്? മാസം യഥാർത്ഥത്തിൽ വേണ്ടത് അത് അങ്ങോട്ടേക്ക് ആക്കുക. ഈ മാസം മുഹറം വേണ്ട അടുത്ത മാസം ആയിക്കോട്ടെ, ഈ മാസം ദുൽഖഅദ വേണ്ട അത് ഏതായാലും അടുത്ത മാസം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് തെറ്റിക്കുന്നു. ഈ പരിപാടി ഏതിൽ നടക്കുന്നുണ്ട്? ചെറിയ അളവിൽ, അതിനേക്കാളും അത്ര വരുമോന്നറിയില്ല, പക്ഷേ നസി ഇതിലും നടക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണ്? യഥാർത്ഥത്തിൽ ഇവരുടെ കണക്ക് പ്രകാരം, കണക്കിനെ പൂർണ്ണമായി ആശ്രയിക്കുന്ന കൗമുണ്ടല്ലോ, അവരുടെ കണക്ക് പ്രകാരം ന്യൂ മൂൺ ഉണ്ടായിക്കഴിഞ്ഞാൽ മാസം ആയി. അത് ചിലപ്പോൾ നട്ടിട്ടൊക്കെയായിരിക്കും അവരുടെ കണക്ക് പ്രകാരം ഉണ്ടാകുക, എന്നാലും ആയി. വേറെ ചിലർ പറയുന്നു അല്ല അന്നായില്ല, അന്ന് പിറ്റേന്നായി. നിങ്ങൾ വിചാരിക്കണ്ട, ഇവർ പറയുന്നു, ഈ കണക്കിന്റെ ആളുകൾ പറയുന്നുണ്ട്, നിങ്ങൾ മാസപ്പുറകെ നോക്കിയത് കൊണ്ടല്ല എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്, അവിടെ എങ്ങനെ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ. അതിനേക്കാളും വലിയ പ്രശ്നം ഇവരുത്താണ്. ഈ കണക്ക് നോക്കിയാൽ എന്താ സംഭവിക്കാന്നറിയോ? ഒരു സ്ഥലത്ത് നാളെ നോമ്പ്, വേറെ വലിയ ദൂരമില്ലാത്ത മറ്റൊരു നാട്ടിൽ 2 ദിവസം കഴിഞ്ഞിരിക്കും നോമ്പ്, പിറ്റേന്ന് കൂടിയല്ല 2 ദിവസം കഴിഞ്ഞിട്ട്, ഇവരുടെ കണക്ക് പ്രകാരം. അതാണ് ഈ ന്യൂമൂണിന്റെ കണക്കിന്റെ അതിന്റെ കഥ. ഏതാണ്? മാത്രമല്ല അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നമ്മുടെ മാസം എത്ര റസൂലുള്ളാഹി കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു 29, 30. പക്ഷെ ഇവരുടെ കണക്ക് പ്രകാരം ന്യൂമൂൺ ഒരിക്കലും ഈ കണക്കിലെത്തൂല. അവരുടെ കണക്ക് പ്രകാരം തന്നെ ഒന്നുകിൽ 29 ദിവസവും 6 മണിക്കൂറും ചുരുങ്ങിയത്, കൂടിപ്പോയാൽ 29 ദിവസവും 19 മണിക്കൂറും. 29 ദിവസം കൃത്യം അല്ലെങ്കിൽ 30 ദിവസം കൃത്യം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് നടക്കുന്നില്ല. മറിച്ച് ഇങ്ങനെയാണ് ഇവരുടെ കണക്ക്. അവരുടെ കണക്ക് പ്രകാരം അങ്ങനെയാണ് ഉണ്ടാവുക. ഇത് അവരുടെ കണക്ക് പ്രകാരമുള്ള കാര്യമാണ്. നമുക്ക് 29 ദിവസവും 6 മണിക്കൂറും, അല്ലെങ്കിൽ 29 ദിവസവും 19 മണിക്കൂറും, അതിന്റെ ഇടയിൽ പലതും. ഇത് നസീ ആണെന്നാണ് പല മക്കൾ പറയുന്നത്. നസീഇന്റെ ഭാഗം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അൻ-നസീഉ അല്ലദീ കാന ഫിൽ അറബ്, അറബികളിൽ ഉണ്ടായിരുന്ന നസീ, അല്ലദീ ഹുവ സിയാദത്തുൻ ഫിൽ കുഫർ, അല്ലാഹു പറഞ്ഞത് അത് കുഫറാണ്, കുഫർ വർദ്ധിപ്പിക്കലാണ്. അല്ലദീ യുദല്ലു ബിഹി അല്ലദീന കഫറു യുഹല്ലൂനഹു ആമ വയുഹർരിമൂനഹു ആമ, അല്ലാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുന്ന, അല്ലാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കുന്ന അവരുടെ ഈ പ്രവർത്തനം. മാ ദക്കറ ദാലിക ഉലമാഉൽ ഹദീസ് വസ്സിയരി വത്തഫ്സീർ വഗൈരിഹിം, അത് ആ കാര്യം തഫ്സീറിലും അതുപോലെ ഹദീസിന്റെ ഉലമാക്കളും അതുപോലെ ചരിത്രകാരന്മാരും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ വരുന്നത്. കാരണം യഥാർത്ഥത്തിൽ മാസം കഴിയുന്നതിന് മുമ്പ് ചിലപ്പോൾ മാസം തുടങ്ങും, നേരെ തിരിച്ചു സംഭവിക്കും. മാത്രമല്ല ഈ കണക്ക് നോക്കാന്നുള്ള പരിപാടി ഇത് ആര് തുടങ്ങിയതാണെന്ന് അറിയുമോ? وقد يقارب هذا قول من يقول من الإسماعيلية, ഇസ്മായിലി റാഫിളകളുണ്ടല്ലോ, ഷിയാക്കൾ, അവരാണ് തുടങ്ങിയത്. അവനാണിത് തുടങ്ങിയിട്ടുള്ളത്. ബിൽഅദദി ദൂനൽ ഹിലാൽ, അവർ പറഞ്ഞു കണക്കാണല്ലാതെ കാണേണ്ടതില്ല എന്നവർ പറഞ്ഞു. അതുപോലെ ഇബ്നു തൈമിയ്യ പറഞ്ഞു, നമുക്ക് മുമ്പുള്ള ആളുകൾക്കും അല്ലാഹു റബ്ബുൽ ആലമീൻ ഇത് നിശ്ചയിച്ചിരുന്ന അവർ തെറ്റിപ്പോയി, അതുപോലെ ഈ ഉമ്മത്ത് തെറ്റിപ്പോവുകയുണ്ടായി. ഇത് നോക്കൂ നിങ്ങൾ, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരി എഴുതിയ മഹാനായ പണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞു, وقد ذهب قوم الى الرجوع الى اهل التسيير في ذلك, ഈ വിഷയത്തിൽ കാഴ്ച എന്നത് മാറ്റി ഇങ്ങനെ കണക്കിലേക്ക്, സൂര്യന്റെ ചന്ദ്രന്റെ ചലനത്തിലേക്ക് ചില ആളുകൾ പോവുകയുണ്ടായി, അതിന്റെ കണക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് പോവുകയുണ്ടായി. അതാരാണ്? വഹുമുർ റവാഫിൾ, റാഫിദിയാക്കൾ, ഷിയാക്കൾ, അവരാണിത് തുടങ്ങിയിട്ടുള്ളത്. അതിന്റെ ബാക്കിയാണ് ഈ പറഞ്ഞ 5 മിനിറ്റ് മുമ്പ് അസ്തമിക്കുന്നു, 10 മിനിറ്റ് ശേഷം അവസാനിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥാനം. അതുപോലെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ലാ റൈബ അന്നഹു സബത ബിസ്സുന്നത്തി സഹീഹ വഇത്തിഫാഖി الصحابه അന്നഹു ലാ യജൂസു الഇഅ്തിമാദു അലാ ഹിസാബിൻ നുജൂം, സഹാബത്തിന്റെയും റസൂലുള്ളാഹിന്റെ സുന്നത്തും കൊണ്ട് വ്യക്തമായ കാര്യമാണ് കണക്ക്, ഈ ചന്ദ്രന്റെ കണക്കിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസാണ്. കമാ അന്നഹു, ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, റസൂലുള്ളാഹിന്റെ കൽപ്പനക്കെതിരെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അന്നഹു ضالٌ ഫി ശരീഅതി മുബ്തദിഉൻ ഫിദ്ദീൻ, അവൻ വഴിപിഴച്ചവനാണ്, മുബ്തദിഉൻ ഫിദ്ദീൻ, ദീനിൽ ബിദ്അത്ത് ഉണ്ടാക്കുന്നവനാണ്. ഫഹുവ മുഖ്തിഉൻ ഫിൽ അഖ്ലി വഇൽമിൽ ഹിസാബ്, ബുദ്ധിക്കും തകരാറുണ്ട്, അവന്റെ കണക്കിലും തകരാറുണ്ട്. ഇത് രണ്ടുമുള്ള വലിയ മഹാന്മാരെന്നാണ് ഇത് പറയുന്ന ആളുകളുടെ വിചാരം. فإن العلماء بالهيئة يعرفون أن الرؤيا
യഥാർത്ഥ ഈ വിഷയത്തിൽ ഇൽമുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്, കാഴ്ചയെ ഒരിക്കലും ഈ കണക്കിന്റെ അടിസ്ഥാനത്തിൽ പരിമിതപ്പെടുത്താൻ കഴിയില്ല, ഈ കണക്ക് കൊണ്ട് കാണാൻ കഴിയില്ല എന്ന് ഖണ്ഡിതമായി പറയാൻ സാധിക്കുകയില്ല. ഇനി നോക്കൂ, ഇമാം നവവി ഇബ്നു ഹജറിന്റെ വായിച്ചു, ഇബ്നു തൈമിയ്യയുടെ വായിച്ചു. ഇമാം നവവി പറയുകയാണ് ശറഹുൽ മുഹദ്ദബിൽ, മൻ ഖാല ബിഹിസാബിൽ മനാസിൽ ഫഖൗലുഹു മർദൂദുൻ. ആരെങ്കിലും ഈ മൻസിൽ എന്നാണ് പറയാം, മനാസിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, വൽ ഖമറ ഖദ്ദർനാഹു മനാസിൽ, ആ ആയത്തൊക്കെ ഈ മറ്റേ കണക്കിന്റെ ആളുകൾ ഓതാറുണ്ട് നമ്മോട്. ലക്ഷദ്വീപിലുള്ള ഒരാളാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ഈ ആയത്തുകൾ ഓതാറുണ്ട്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ മൻസിലിന്റെ പേര് പറഞ്ഞ് റുഇയക്കെതിരായി പറഞ്ഞവന്റെ ഖൗൽ മർദൂദാണ്, അത് സ്വീകരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ഹദീസ് പ്രകാരം ഇന്ന ഉമ്മത്തുൻ ഉമ്മിയ ലാ നക്തുബു വലാ നഹ്സുബ്. അതുപോലെ പോലെ അന്നന്നാസ ലൗ കുല്ലിഫു ബിദാലിക്, മാത്രമല്ല ജനങ്ങളെ ഇതായിരുന്നു അള്ളാഹ് ഏൽപ്പിച്ചതെങ്കിൽ, ഇതാണ് ദീനിലെ നിയമമെങ്കിൽ എന്താണ് സംഭവിക്കുക? ബാഖ അലൈഹിം, ഇത് അവർക്ക് പ്രയാസവും, ഇതെല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. لأنه لا يعرف الحساب إلا أفراد من الناس في البلدان الكبار. വലിയ നാടുകളിൽ തന്നെ വളരെ ചുരുക്കം ആളുകൾക്ക് ഇതിന്റെ കണക്ക് യഥാർത്ഥത്തിൽ അറിയുകയുള്ളൂ. ബഹുഭൂരിപക്ഷം ഉലമാക്കളും പറഞ്ഞത് എന്താണോ അതാണ് ഇതിൽ ശരി. അതല്ലാത്തത് ഫാസിദൻ മർദൂദുൻ, തള്ളപ്പെടേണ്ട അഭിപ്രായമാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇത് പറയുന്ന ആളുകൾ നമ്മൾ പിന്നെ സലഫിയത്തിലേക്ക് തിരിച്ചു പോകുന്ന ആളുകളാണ്. പണ്ട് കോഴിക്കോട് വലിയൊരു പരിപാടിയിൽ ഒരാൾ പറഞ്ഞു, അതെ ഇതൊരു തിരിച്ചു നടത്തമാണ് പറഞ്ഞാൽ, പഴയ പാർട്ടിയിൽ നിന്ന് ഇപ്പൊ പുറത്തായിട്ടുണ്ട്, ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് അങ്ങോട്ടേക്ക്, സലഫുകളുടെ പാതയിലേക്ക് തിരിച്ചു പോവുകയാണെന്നാണ്. പിന്നെയും തിരിച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്കാണ് പോയത്. അങ്ങനെ പറഞ്ഞ ആളുകൾ പറയണം, ഉലമാക്കളിൽ ആരാണ് പറയുന്നത്? ഇപ്പോ കണ്ണൂർ ജില്ലയിലെ, നമ്മുടെ ഈ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിൽ ഖുതുബ പറയുന്ന ദഅവാ സമിതിയുടെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ പ്രഖ്യാപിച്ചു ഖുതുബയിൽ. മൂപ്പര് ഒറ്റയ്ക്ക് സ്വന്തം അഭിപ്രായം പ്രഖ്യാപിക്കുകയില്ല എന്നത് നമുക്ക് അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാണ്, കൂടി ആലോചിച്ചിട്ട് തീരുമാനിച്ചതല്ലാതെ. അപ്പോ സംസ്ഥാന അടിസ്ഥാനത്തിൽ തീരുമാനിച്ചിട്ട് പറഞ്ഞതാണ്. എന്താണ് അടിസ്ഥാനം? അടിസ്ഥാനം അവരുടെ അടിസ്ഥാനം ഇതാണ്, നമ്മൾ പണ്ടേ ചെയ്തു വരുന്നത്. ഖുറാഫികളോട് ചോദിച്ചാൽ എന്തെങ്കിലും പുതിയതായി പറഞ്ഞിട്ട് പറയും, നമ്മൾ പണ്ടേ ചെയ്തു വരുന്നതാണ്. നിങ്ങൾ ആരാണെങ്കിൽ പറയാം, പുതിയ കുറെ ഹദീസുകൾ നിങ്ങൾക്ക് ഇപ്പൊ പുതിയതായി കിട്ടിയതാണോ എന്നൊക്കെ ചോദിക്കുന്ന അതേ കാര്യം, നമ്മൾ പണ്ടേ ചെയ്തു വരുന്നത്. പണ്ടേ ആര് ചെയ്തു വരുന്നത്? സലഫു സാലിഹീൻ ചെയ്തു വരുന്നതാണോ? അല്ല. ഷാഫി മദ്ഹബിനെ പിൽക്കാലക്കാരായ ചിലരുടെ അഭിപ്രായം എടുത്തിട്ട് പഴയ മൗലവിമാർ പഠിപ്പിച്ചതാണ്. അല്ലാഹു അൻഹും, അള്ളാഹുക്ക് പുറത്തു കൊടുക്കട്ടെ, വിട്ടുകൊടുക്കട്ടെ എന്നല്ലാതെ ഒരിക്കലും ബാത്തിലിൽ ആരെയും സ്വീകരിക്കാൻ നമുക്ക് ബാധ്യതയില്ല. ഒരു തെളിവും യഥാർത്ഥത്തിലില്ല. ഇത് സലഫികളായ ആരെങ്കിലും അഹ്ലുസുന്നയിൽപ്പെട്ട ആരെങ്കിലും ഇത് പറഞ്ഞതായി ഒരു തെളിവും ഒരാൾക്കും കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ഇനി ചിലപ്പോൾ ഇനി ആരെങ്കിലും ഷാർജയെന്നോ അജ്മാൻ എന്നിട്ട് മറുപടി പറയുകയാണെങ്കിൽ പറയാൻ സാധ്യതയുണ്ട്. അഹ്മദ് ഷാക്കിർ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ അഭിപ്രായത്തോട്, കണക്കിന്റെ ആളുകളോട് യോജിപ്പുള്ള ഒരു സംസാരം നടത്തിയതായി, അങ്ങനെ അദ്ദേഹം പറഞ്ഞതായി ചില ആളുകൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങുകയും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ ആ വിഷയം സ്ഥാപിച്ചിട്ട് പറഞ്ഞതല്ല, മറിച്ച് ഒരു ചർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞതാണ് എന്ന് അഹ്മദ് ഷാക്കിർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മുൻകൂറായി പറയുന്നത്. ബക്കർ അബൂ സെയ്ദ്, ഞാൻ നേരത്തെ പറഞ്ഞ ബക്കർ അബൂ സെയ്ദിന്റെ ഫിഖ്ഹുൻ നവാസിൽ എന്ന പുസ്തകത്തിൽ പറയുകയാണ്, ഈ അഹ്മദ് ഷാക്കിർ എന്ത് ചെയ്തിട്ടുണ്ട്? അഹ്മദ് ഷാക്കിർ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം യഅ്തദിറു ഫീഹി ഇല ശൈഖ് ഇസ്മായിൽ, അദ്ദേഹം ഈ വിഷയം സംസാരിച്ച ഷെയ്ഖ് ഇസ്മായിൽ ഷെയ്ഖ് ഇസ്മായിൽ എന്ന മറ്റൊരാളോട് പറയുകയുണ്ടായി, വഅന്നഹു ഇന്നമാ നസറ റിസാലതഹു ലിഇസാറത്തിൽ ബഹ്സ്, ഒരു ബഹ്സിന് വേണ്ടി, ഒരു ഗവേഷണത്തിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം കണക്കിന് അനുകൂലിക്കുന്നത് എന്ന് തോന്നുന്ന ഒരു റിസാല എഴുതിയത്. ബൈന അഹ്ലിൽ ഇൽം വഇല്ല ഫലൈസ ലഹു റഅയുൻ ബാത്തുൻ ഫിൽ മസ്അല, അല്ലാതെ അദ്ദേഹം ആ അഭിപ്രായത്തിൽ ഒരു അഭിപ്രായം ഉറപ്പിച്ചു പറഞ്ഞതല്ല, അദ്ദേഹം അതിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. തറാജ എന്നാണ് ബക്കർ അബൂ സെയ്ദ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ആകെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കൊണ്ടുവരാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ ഒരാളും തന്നെ ഇത് പറഞ്ഞിട്ടില്ല. ഇനി സഹോദരങ്ങളെ, ഈ കണക്ക് തെറ്റാണ് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ബക്കർ അബൂ സെയ്ദ് റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കിതാബിൽ തെളിയിച്ചു.
അപ്പൊ നോക്ക്, നിങ്ങൾ കണക്ക് തെറ്റുമെന്ന് പറയുമ്പോൾ ബേജാറാകുന്ന ആളുകൾ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ തിബ് ഉണ്ടല്ലോ, തിബ് അഥവാ വൈദ്യം, മെഡിക്കൽ സയൻസ്, എത്ര ഖണ്ഡിതമായ തെളിവുകളാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. എത്ര വിഷയത്തിൽ തെറ്റുപറ്റാറുണ്ട്. അത് നമുക്ക് കാണാനും കേൾക്കാനും നോക്കാനും ഒക്കെ സാധിക്കുന്ന കാര്യങ്ങളാണ്. ബക്രബൂജി പറയുന്നത് അത് കാണാനും കേൾക്കാനും നോക്കാനൊക്കെ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതോ ആകാശത്തേക്ക് നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു നിലക്കും കാണാനോ കേൾക്കാനോ ശരിയായ നിലക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ. അപ്പൊ ഇത് തെറ്റുമെങ്കിൽ അത് തെറ്റാൻ എന്തുകൊണ്ടും അർഹതയുണ്ട്. എന്ന് മാത്രമല്ല, ഇതിന്റെ കണക്കുകൾ നോക്കുന്നത് ഉപകരണങ്ങൾ വെച്ചിട്ടാണ്. ബക്രബൂജി റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, ഉപകരണങ്ങൾ വെച്ചിട്ടാണ്. അതിന് ബാക്കിയുള്ള ഉപകരണങ്ങൾക്ക് തകരാറ് വരുമെങ്കിൽ ഇവരെ ഈ ഉപകരണങ്ങൾക്ക് എന്തുവരും? തകരാറുകൾ വരും. അതിന്റെ തെളിവുകളാണ് നമ്മൾ ഈ കാണുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ അനുഭവങ്ങൾ. അതുപോലെ തന്നെ ഇനി ഈ വിഷയത്തിൽ തന്നെ ഇവരുടെ ഗോളശാസ്ത്രം തന്നെ നന്നായി പഠിച്ചിട്ടുള്ള, അതിൽ മുങ്ങി കുടിച്ചു എന്നൊക്കെ പറയാൻ പറ്റുന്ന ആളുകൾ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മുഹമ്മദ് അൽ അമീൻ മുഹമ്മദ് അഹ്മദ് കഊറ എന്നറിയപ്പെടുന്ന സുഡാനിലുള്ള ഒരു ഈ വിഷയത്തിലുള്ള ഇൽമു നുജൂം പഠിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ബക്രബൂസിയിൽ അദ്ദേഹത്തെ ഉദ്ധരിച്ചിട്ടുണ്ട്. 1922 അദ്ദേഹം ജനിച്ചത്. ഹിജ്റ വർഷമല്ല. ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കുന്നത്. മരണപ്പെട്ടതായി വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. എന്നാൽ നല്ല പ്രായം ഉണ്ടാവും. 1922 ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് പല കിതാബുകളും ഈ വിഷയത്തിലുണ്ട്. അഥവാ അദ്ദേഹം ദീനിയായ ഒരു ആരുമല്ല, മറിച്ച് ഈ വിഷയം ഗോളശാസ്ത്രം നന്നായി പഠിച്ചിട്ടുള്ള അറബ് ലോകത്ത് അറിയപ്പെട്ട ഒരാളാണ്. മബാദിഉൽ കൗനിയാത്ത് എന്ന കിതാബ് അദ്ദേഹത്തിനുണ്ട്. ആയാത്തുല്ലാഹി ഫിൽ ആഫാഖ് എന്ന കിതാബുണ്ട്. ഇനി അവസാനം 2008 വരെ, ഹിജ്റ വർഷമല്ല, 2008 വരെ ബൈനസ് സമാവാതി വൽ അർദ് എന്നൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ബൈനസ് സമാവാതി വൽ അർദ്. ഇതിന്റെ അർത്ഥം നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏതാ വിഷയം. എന്താണ് ആയാത്തുല്ലാഹി ഫിൽ ആഫാഖ്, ചക്രവാളങ്ങളിലുള്ള അള്ളാഹിന്റെ ആയത്തുകൾ. അതുപോലെ മബാദിഉൽ കൗനിയാത്ത്, പ്രാപഞ്ചികമായ പല പ്രിൻസിപ്പൾസ്, അടിസ്ഥാനങ്ങൾ. അതാണ് മബാദി എന്ന് പറഞ്ഞാൽ. ബൈനസ് സമാവാതി വൽ അർദ്, ആകാശങ്ങൾക്കും ഭൂമിക്കും ഇടയിൽ. ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ എഴുതി അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ കണക്കെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മുറ്റ് റസൂലുള്ള പറഞ്ഞ കാഴ്ചയിലേക്ക് പോകലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. കാരണം ഇത് ഈ നിലക്ക് തെറ്റാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ സഹോദരങ്ങൾ, ഇത് തെറ്റാറുണ്ട് എന്നത് നമുക്കൊക്കെ മനസ്സിലാക്കുന്ന വേറെ ചില തെളിവുകളുണ്ട്. ഇതൊക്കെ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചതാണ്. എന്താണ്, എത്രയോ തവണ നമ്മൾ കലണ്ടറിൽ കാണും, ഇന്ന ദിവസം സൂര്യഗ്രഹണം ഉണ്ടാകും, ചന്ദ്രഗ്രഹണം ഉണ്ടാകുമെന്ന് മാത്രമല്ല, കേരളത്തിൽ ഇത്ര സമയം ഇന്ന സ്ഥലത്ത് വെച്ച് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇത്ര നേരം കാണാനാവും എന്ന് പറയും. എന്നിട്ട് ഒരു ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം നമ്മൾ കാണാതെ എത്ര തവണ കടന്നുപോയിട്ടുണ്ട്. ഒരിക്കലും നിഷേധിക്കാൻ സാധിക്കില്ല, അങ്ങനെ നടന്നിട്ടുണ്ട്. അവർ പറഞ്ഞു ഇന്ന സ്ഥലത്ത് വെച്ച് നേരെ നോക്കി കാണൂല, അങ്ങനെ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, പിന്നെ ഈ ആളുകളുടെ ഒരു തെളിവാണ്, നമ്മളോട് ഇങ്ങോട്ട് പറയാനുള്ള തെളിവാണ്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിസ്കാരത്തിന്റെ കണക്ക് എങ്ങനെയാണ് നോക്കുന്നത്? ഇങ്ങോട്ടുള്ള ന്യായം അതാണ്. നിസ്കാരത്തിന്റെ കണക്ക് നിങ്ങൾ എങ്ങനെയാണ് നോക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയല്ലോ നോക്കുന്നത് എന്നാണ് പറയാറുള്ളത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എപ്പോഴാണ് ഫജ്ർ തുടങ്ങുക? പ്രഭാതം വെളിപ്പെട്ടത് മുതൽ, അൽ ഫജ്റു സാനി എന്നറിയപ്പെടുന്ന പ്രഭാതം വെളിപ്പെട്ടത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് സുബ്ഹ് സമയം. അതുപോലെ ളുഹറിന്റെ സമയം എപ്പോഴാണ്? സൂര്യൻ നമ്മുടെ നേരെ തലക്ക് മുകളിൽ വരും, അവിടുന്ന് തെറ്റും, ജവാൽ എന്ന് പറയും. അതുമുതൽ ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളമാകുന്നത് വരെ, അതാണ് ളുഹറിന്റെ സമയം. അസറിന്റെ സമയം ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളമായത് മുതൽ. പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായമുണ്ട്. ഒരഭിപ്രായ പ്രകാരം എന്താണ്, ഒരു വസ്തുവിന്റെ നിഴൽ അതിന്റെ ഇരട്ടി വണ്ണമാകുന്നത് വരെ. അതിന് അൽ വഖ്തുൽ ഇഖ്തിയാരി എന്ന് പറയും. അതാണ് ഏറ്റവും നല്ല അസർ നിസ്കരിക്കേണ്ട യഥാർത്ഥ സമയം. പിന്നെ അൽ വഖ്തുൽ ഇൽത്റാരി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒരു വഴി ഇല്ലെങ്കിലല്ലാതെ, അങ്ങനെ വറൂറത്ത് വന്നാലല്ലാതെ ആ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. അതേതാണ്? ഒരു വസ്തുവിന്റെ നിഴൽ അതിന്റെ ഇരട്ടിയോളമായത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ. അസ്തമയത്തോട് അടുത്ത സമയമാണ്. അതിന് മുമ്പേ അസർ നിസ്കരിക്കേണ്ടതാണ്. ഒറ്റക്ക് ജമാഅത്ത് നഷ്ടപ്പോയുള്ള കാര്യമാണ് പറയുന്നത്. ജമാഅത്ത് നമ്മൾ എന്തായാലും വഖ്തുൽ ഇഖ്തിയാരിയിലാണ് നടത്തുന്നത്, ആദ്യത്തെ ഏറ്റവും ശ്രേഷ്ഠകരമായ സമയം. മഗ്‌രിബിന്റെ സമയം സൂര്യൻ അസ്തമിച്ചത് മുതൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള അസ്തമയ ശോഭ അത് മായുന്നത് വരെ. അതുപോലെ അത് മായുന്നത് മുതൽ അർദ്ധരാത്രി വരെയാണ്
ഇശാഇന്റെ സമയം. ചില ഉലമാക്കൾക്ക് സുബ്ഹി വരെ എന്ന അഭിപ്രായമുണ്ട്. അപ്പൊ ഈ ആളുകൾ ചോദിക്കും, നിങ്ങൾ ഇതൊക്കെ നോക്കിയിട്ടാണ് ഓരോ ദിവസം പോയി നിസ്കരിക്കുന്നത്, നിങ്ങൾ കണക്ക് നോക്കിയിട്ടല്ലേ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഇവരോട് തിരിച്ചു ചോദിക്കാനുള്ള, ഇത് രണ്ടും ഒരുപോലെയല്ല. ഈ ഖിയാസ് തമ്മിൽ സാരിഖുണ്ട്. സാരിഖുള്ള ഖിയാസാണ്, സ്വീകരിക്കാൻ പറ്റൂല. അതിനോട് ഖിയാസാക്കാൻ സാധിക്കില്ല. എന്താണ് കാരണം? നോക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നേരത്തെ പറഞ്ഞ ഹിലാലിന്റെ ഹദീസുകളിൽ പറഞ്ഞത് എന്താണ്? ഫൈൻ ഗമ്മ അലൈക്കും, അത് നിങ്ങൾക്ക് കാണാതായാൽ, നിങ്ങൾക്ക് മുമ്പിൽ മേഘം മൂടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക? 30 പൂർത്തിയാക്കുക. 29 എടുക്കണ്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ലോറിനെ മേഘം മൂടി, സൂര്യനെ കാണുന്നില്ല, ലോറ് എത്തിക്കണ്ടേ? ലോറ് തെറ്റിയത് ഉച്ച നമ്മുടെ നേരെ തലക്ക് മുകളിൽ നിന്ന് സൂര്യൻ തെറ്റിയത് നമുക്ക് കാണുന്നില്ല, മേഘം മൂടി, ലോറ് എത്തിക്കണ്ട. ഇത് രണ്ടും ഒരുപോലല്ലേ? വ്യക്തമായ സാരിക്കാണ്. സാരിക്ക് മേഘം ഖിയാസില്ല എന്ന് മാത്രമല്ല, ഇത് നമ്മൾ ഈ കണക്കുകൾ വളരെ ഇവർ ഈ പറയുന്ന ഓരോന്നും ഇവർക്ക് എതിർ തെളിവാണ്. നോക്കൂ, നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അശംസു അവർക്ക് എതിരാണല്ലോ, അതേപോലെ ഇത് അവർക്കെതിരാണ്. ഇവരുടെ കണക്ക് കൃത്യമല്ല എന്നുള്ളതിനുള്ള തെളിവാണ്. നിങ്ങൾ നോക്ക്, നിസ്കാരത്തിന്റെ കണക്കുകൾ പറയുന്ന ഓരോ ഒബ്സർവേറ്ററുകൾ പറയുന്ന കണക്ക് നോക്ക്, വ്യത്യാസമല്ലേ? മൊബൈലിൽ എടുത്ത് നോക്ക്, നിസ്കാരത്തിന്റെ സമയം ഓരോരുത്തർ തീരുമാനിച്ചിട്ടുണ്ട്. ഉമ്മുൽ ഖുറയിൽ നിന്ന് തീരുമാനിച്ച സമയം, മുസ്ലിം വേൾഡിലേക്ക് തീരുമാനിച്ച സമയം, പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്ന് തീരുമാനിച്ച സമയം ഒരുപോലെയല്ല. തെറ്റാൻ പാടില്ല. നിങ്ങൾ കഥയായ കണക്കല്ലേ, എങ്ങനെ തെറ്റേണ്ടത്? 5 മിനിറ്റ് വ്യത്യാസം, 2 മിനിറ്റ് ശേഷം സൂര്യൻ അസ്തമിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ആളുകളല്ലേ, എങ്ങനെ തെറ്റാൻ പാടുണ്ടോ? അപ്പൊ അതിൽ തന്നെ നമുക്ക് കാണാൻ വ്യത്യാസം. നമ്മൾ എന്താണ് അതിൽ ഏറ്റവും ശരിയായത് എന്ന് മനസ്സിലാക്കിയതാണ് നമ്മൾ എടുക്കുന്നത്. മനസ്സിലായോ? അതിൽ ഏറ്റവും ശരിയായത് എന്ന് മനസ്സിലാക്കിയതാണ് നമ്മൾ എടുക്കുന്നത്. അല്ലാതെ അതിനൊരു ഒരിക്കലും തെറ്റാത്തൊരു അങ്ങനെ ഒരു അവസ്ഥ ഇസ്മത്ത് നമ്മൾ അതിന് കൽപ്പിക്കുന്നില്ല. ഇവരുടെ കണക്ക് യഥാർത്ഥത്തിൽ ഇൽത്തിറാബുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നവന്റെ ചിന്തയും അവന്റെ കണക്കുകൂട്ടലും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും എന്നതിനുള്ള തെളിവാണ് നിസ്കാരത്തിന്റെ സമയം തന്നെ. നിസ്കാരത്തിന്റെ സമയം നമ്മുടെയൊക്കെ മൊബൈലിലും അതുപോലെ പല ടീമും അടിച്ചിറക്കുന്നത് തന്നെ അതിനുള്ള വ്യക്തമായ തെളിവാണ്. നോക്കൂ നിങ്ങൾ എത്രത്തോളം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്, മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ, അദ്ദേഹം പറയുകയുണ്ടായി ഈ വിഷയത്തെക്കുറിച്ച്. അദ്ദേഹത്തോട് ഒരു ചോദ്യം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ മജ്മൂ ഫതാവയിൽ നമുക്ക് വായിക്കാം, ഇന്ന തഹ്വീം, ഇതായി നിസ്കാരത്തിന്റെ സമയം നിർണയിച്ചിട്ടുള്ള ഈ തഹ്വീം അഥവാ എന്താണ് അതിന് പറയാ, ആ സമയം നിശ്ചയിച്ച ചാർട്ട് ഉണ്ടല്ലോ, തഖ്വീം ഉമ്മുൽ ഖുറ, മക്കയിൽ ഉമ്മുൽ ഖുറയിൽ തീരുമാനിച്ച ഈ തഖ്വീം, ഫീഹി തഖ്ദീമു 5 ദഖായിഖ് ഫി അദാനിൽ ഫജ്ർ അല മദാരി സന, കൊല്ലം മുഴുവൻ സുബ്ഹിന്റെ ബാങ്ക് ഒരു 5 മിനിറ്റിന്റെ മുമ്പെയാണ് അതിലുള്ളത്. ഇബ്നു ഉസൈമീൻ പറയുകയാണ്, നമ്മൾ പറയുന്നത് തീരുമാനിച്ചത് 5 മിനിറ്റ് മുമ്പാണ് സുബ്ഹിന്റെ ബാങ്ക് നമ്മുടെ നാട്ടിലെ പള്ളിയിൽ നിന്ന് കൊടുക്കുന്നത് പോലെ. 10 മിനിറ്റ്, അത് 5 മിനിറ്റ്. അപ്പൊ 5 മിനിറ്റ് മുമ്പെയാണ് കൊടുക്കുന്നത്. ഫല്ലദി യുസല്ലി അവ്വല മാ യുഅദ്ദൻ യുഅതബർ സല്ല ഖബ്ല അൽവഖ്ത്. അതുകൊണ്ട് ഈ ഉമ്മുൽ ഖുറയിലെ കണക്കനുസരിച്ചിട്ട് ബാങ്ക് കൊടുക്കുന്നത് കേട്ട് ആരെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ സമയത്തിന് മുമ്പാണ് അവൻ നിസ്കരിച്ചിട്ടുള്ളത്. വഹാദാ ശൈഉൻ ഇഖ്തബർനാഹു ഫിൽ ഹിസാബിൽ ഫലകി വഖ്തബർനാഹു അയ്ദൻ ഫിർ റുഅ്യ. ഇത് നോക്കിയിട്ടും മറ്റുള്ള കണക്കുകൾ നോക്കിയിട്ടും ഞാൻ പരീക്ഷിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇബ്നു ഉസൈമീൻ പറയുകയാണ്. ഫലിദാലിക, അതുകൊണ്ട് തന്നെ ലാ യുഅ്തമദു ഹാദാ ബിന്നിസ്ബതി ലിഅദാനിൽ ഫജ്ർ, സുബ്ഹ് ബാങ്ക് കൊടുക്കാൻ ഈ കണക്കിനെ ആശ്രയിക്കാൻ പാടില്ല. ലഅന്നഹു മുഖദ്ദമൻ, കാരണം അത് നേരത്തെയാണ് കൊടുക്കുന്നത്. വഹാദിഹി മസ്അലത്തുൻ ഖത്തിറത്തുൻ ജിദ്ദൻ, ഇത് അപകടം പിടിച്ചൊരു മസ്അലയാണ്. കാരണം ലൗ തുകബ്ബിർ ലിൽഇഹ്റാമി ഫഖത് ഖബ്ല അൻ യദ്ഖുല അൽവഖ്ത് മാ സഹഹത് സലാത്തുക ഫരീള. നീ സമയത്തുന്നതിന് മുമ്പ് ആദ്യത്തെ തക്ബീറത്തുൽ ഇഹ്റാം മാത്രമേ കെട്ടിയിട്ടുള്ളൂ, ബാക്കി നിസ്കാരം തീരുമ്പോഴേക്കും നിസ്കാരത്തിന് സമയമായിട്ടുണ്ട്, എങ്കിൽ പോലും നിസ്കാരം ശരിയാവില്ല. കാരണം തുടങ്ങിയതെപ്പോഴാണ്? വഖ്താകുന്നതിന് മുമ്പ്. ഹുസൈൻ പറയാണ്, ഇത് അപകടം പിടിച്ചൊരു കാര്യമാണ്. നിസ്കാരം തുടങ്ങിയത് തക്ബീറത്തുൽ ഇഹ്റാം സമയമാകുന്നതിന് മുമ്പാണ് തുടങ്ങിയത്, ബാക്കി നിസ്കാരം വഖ്തിലായാൽ പോലും നിസ്കാരം ശരിയാകില്ല. മറിച്ച് നിസ്കാരം തുടങ്ങേണ്ടത് വഖ്തായതിനു ശേഷം മാത്രമാണ്. ഇത് ഉമ്മുൽ ഖുറയിലെ സമയം നിശ്ചയിച്ചതിനെ കുറിച്ചാണ് ഇബ്നു ഉസൈമീൻ പറയുന്നത്. എങ്ങനെ തെറ്റാൻ പാടില്ലാത്ത, ഒരിക്കലും തെറ്റാത്ത, വളരെ കൃത്യമായ 2 മിനിറ്റ് മുമ്പ് അസ്തമിക്കുന്നു, 3 മിനിറ്റ് മുമ്പ് എന്നൊക്കെ അസ്തമിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ തെറ്റുക? അപ്പൊ ഈ പറയുന്നതൊക്കെ എതിരായിട്ടാണ് സബ്ജക്ട്. നമുക്ക് ഇങ്ങോട്ട് എതിരായി തെളിവ് പിടിക്കാനാണ് കൊണ്ടുവന്നത്. പക്ഷേ
തെളിവ് അങ്ങോട്ടാണ് വരുന്നത്. തെറ്റും എന്നതിനാണ് തെളിവ്. ഈ സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ നിസ്കാരവും ഇതും തമ്മിൽ, ഈ ഖിയാസ് തമ്മിൽ ബന്ധമില്ല എന്നതിന് മറ്റൊരു തെളിവാണ് മസീഹ് ദജ്ജാൽ വരുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി. റസൂൽ പറഞ്ഞില്ലേ, പിന്നെ അവൻ എത്ര നാളുണ്ടാവും ഭൂമിയിൽ? 40 ദിവസം. 40 ദിവസം ഉണ്ടാകും. യൗമുൻ കസന, ഒന്നാമത്തെ ദിവസം ഒരു വർഷം പോലെ. യൗമുൻ കശഹർ, രണ്ടാമത്തെ ദിവസം ഒരു മാസം പോലെ. മസീഹ് ദജ്ജാൽ വന്നാൽ സമയത്തിന്റെ ദൈർഘ്യം മാറി. യൗമുൻ കജുമ, പിന്നത്തെ ദിവസം ഒരാഴ്ച പോലെ. വസായിറു അയ്യാമിഹി കഅയ്യാമിക്കും, ബാക്കിയുള്ള ദിവസമൊക്കെ സാധാരണ ദിവസം പോലെ. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫദാകൽ യൗമുൽ ലദീ കസന അതക്ഫീന ഫീഹി സലാസ യൗം, ആ ഒരു വർഷം ദൈർഘ്യമുള്ള ദിവസം ഒരു ദിവസത്തെ നമസ്കാരം മതിയോ നമുക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഉഖ്ദുറു ലഹു ഖദ്റ, അതിന്റെ കണക്ക് നിങ്ങൾ കൂട്ടി നിസ്കരിക്കണം. സാധാരണ നിസ്കരിക്കുന്ന കണക്കുണ്ട്, അതിനനുസരിച്ച് ഒരു കൊല്ലത്തെ നിസ്കാരം തന്നെ നിസ്കരിക്കണം. മാസപ്പുറന്റെ വിഷയത്തിലോ സല്ലല്ലാഹു പറഞ്ഞ ഇങ്ങനെയാണോ? മേഘം മൂടി കണ്ടില്ലെങ്കിൽ മാസമായിട്ടില്ല, പിന്നെ 30 പൂർത്തിയാക്കുക. നിസ്കാരത്തിന്റെ കാര്യം അങ്ങനെയല്ല. എല്ലാ ദിവസമുള്ള തെളിവാണ്. ഇപ്പോ മേഘം മൂടി സൂര്യനെ കണ്ടില്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കേണ്ട, അസർ നിസ്കരിക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരുപോലെയല്ല, രണ്ടും തമ്മിൽ സാഹചര്യമുണ്ട്. രണ്ട് തമ്മിൽ ഖിയാസാക്കാൻ പറ്റാത്ത വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഖിയാസില്ല. ഒരുപോലത്തെ മസലയായിരിക്കണം ഖിയാസാക്കണമെങ്കിൽ. അപ്പോ അതുപോലെ തന്നെയാണ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു. അദ്ദേഹം പറയുകയുണ്ടായി, ഇനിയിപ്പോ ഇവർ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ കണക്കൊന്ന് നോക്കിയാൽ, നിങ്ങൾ നോക്കിയാൽ ചിലപ്പോ തെറ്റിപ്പോകും. കണക്ക് നോക്കിയിട്ട് ശരിയായാൽ അവനാണ് തെറ്റിയത്. കണക്ക് നോക്കാതെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് ഒരുവിന് യഥാർത്ഥത്തിൽ തെറ്റിപ്പോയി, ഉണ്ടായത് പക്ഷെ അവൻ കണ്ടില്ല, അവനാണ് ശരി പറ്റിയത് എന്നാണ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, വലൗ ഫറദ്ന അന്നൽ മുസ്ലിമീന, നമ്മൾ വെറുതെ വാദത്തിന് സമ്മതിച്ചു കൊടുത്താലും, അന്നൽ മുസ്ലിമീന അഖ്തഉ ഫി ഇസ്ബാത്തിൽ ഹിലാലി, മുസ്ലിമീങ്ങൾക്ക് തെറ്റുപറ്റി ഹിലാൽ സ്ഥിരപ്പെടുത്തുന്നതിൽ, ദുഖൂലൻ ഔ ഖുറൂജ, അഥവാ മാസം തുടങ്ങുന്നതിലോ അവസാനിക്കുന്നതിലോ, വഹും മുഅ്തമിദൂന ഫി ഇസ്ബാതിഹി അലാ മാ സഹഹത് ബിഹി അസ്സുന്നതു അൻ നബിയിഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരതിൽ ആശ്രയിക്കുന്നതിന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എങ്കിൽ ലം യകുൻ അലൈഹിം ഫീ ദാലിക ബഅസ്, അതുകൊണ്ട് അങ്ങനെ റസൂലുള്ള പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ബൽക്കാനു മഅ്ജൂരീൻ, അല്ല അതിന് കൂലി ലഭിക്കും. ومشكورين من أجل اعتمادهم على ما شرعه الله لهم وصحت به الأخبار عن نبيهم صلى الله عليه وسلم. മറിച്ച് റസൂലുള്ളാഹിയിൽ നിന്ന് വന്നത് സ്വീകരിച്ചു എന്നതുകൊണ്ട് അവർക്ക് പ്രതിഫലമാണ് ലഭിക്കുക. വലൗ തറകു, ഇബ്നു ബാസ് പറയുകയാണ്, വലൗ തറകു, ഇനി അവർ ഉപേക്ഷിക്കുകയാണെങ്കിൽ, ലിഅജലി ഖൗലിൽ ഹാസിബീൻ, ഈ കണക്കന്മാരുടെ വാക്ക് പിടിച്ചിട്ട് ഇവർ റസൂലുള്ളാഹിന്റെ കൽപ്പന ഉപേക്ഷിക്കുകയാണെങ്കിൽ, مع قيام البينة الشرعية برؤية الهلال دخولا أو خروجا, ഹിലാൽ മാസം തീരുമ്പോഴോ തുടങ്ങുമ്പോഴോ അവസാനിക്കുമ്പോഴോ ഹിലാൽ നോക്കാതെ കണക്കുകാരുടെ കണക്കിനെ ആശ്രയിക്കുകയാണെങ്കിൽ ലകാനു ആസിമീൻ, അവർ കുറ്റവാളികളാണ്, അവർക്ക് കുറ്റമുണ്ടാകും. വലാ ഖഫറിൻ അളീമിൻ മിൻ ഉഖൂബത്തില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ ശിക്ഷ ഭയപ്പെടേണ്ടിയിരിക്കുന്നു, അല്ലാഹുവിന്റെ ശിക്ഷ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ലിമുഖാലഫതിഹിം മാ റസമഹും ലഹും നബിയ്യുഹും വഇമാമുഹും മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വരച്ചു കൊടുത്ത മാർഗത്തിൽ നിന്ന് അവർ വിട്ടുപോയതിന് അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഇബ്നു ബാസ് ആയത്ത് കൊടുക്കുകയാണ്, ഫലിയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നത്തുൻ വയുസീബഹും അദാബുൻ അലീം. റസൂലുള്ളാഹിന്റെ കൽപ്പനയോട് എതിര് പ്രവർത്തിക്കുന്നവർ, അവർക്ക് ഒരു ഫിത്ന സംഭവിക്കുന്നത്, വേദനയേറിയ ശിക്ഷ സംഭവിക്കുന്നത് കാത്തിരുന്നു കൊള്ളട്ടെ. അതുപോലെ അള്ളാഹു പറഞ്ഞു, വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, റസൂൽ കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുക, റസൂൽ വിളിച്ചത് നിങ്ങൾ ഒഴിവാക്കുക. വമൻ യഅസില്ലാഹ വറസൂലഹു വയതഅദ്ദ ഹുദൂദഹു യുദ്ഖിൽഹു നാറ ഖാലിദൻ ഫീഹാ വലഹു അദാബുൻ മുഹീൻ. റസൂലുള്ളാഹിന്റെ കൽപ്പന ധിക്കരിക്കുകയും അള്ളാഹുവിനെ ധിക്കരിക്കുകയും അവന്റെ റസൂലിനെ ധിക്കരിക്കുകയും അള്ളാഹിന്റെ അതിർവരമ്പുകൾ ഒഴിവാക്കുകയും ചെയ്തവർ നരകത്തിലാണ് ചെന്ന് ചാടുക. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. എന്നിട്ട് ഇബ്നു ബാസ് പറയുന്നു, അമ്മൽ ഹിസാബിയൂൻ, എന്നാൽ ഈ കണക്കിന്റെ ആളുകൾ ഫലാ യുൽതഫതു ഇലൈഹിം, അവരിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കാനേ പാടില്ല.
അവരിലേക്ക് തിരിഞ്ഞു നോക്കാനേ പാടില്ല. വളയും തപസ്സിയിലേയും അല്ലാതെ ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ ദിവസം മാത്രം നിങ്ങൾ നോക്കാൻ പാടുന്നല്ല, മറിച്ച് അവരിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കാനേ പാടില്ല. വളയും അതുപോലും അല ഹിസാബ്, അവരുടെ ഹിസാബ് ഒന്നിനും കാരണമാക്കാനോ പരിഗണിക്കാനോ പാടില്ല. വലയം തകിലവും ഹിസാബവും, യഥാർത്ഥത്തിൽ അവരവരുടെ ഈ കണക്ക് പ്രചരിപ്പിക്കാൻ തന്നെ പാടില്ലാത്തതാണ്. വയം തകി മൻഉഹും മിൻ നശ്രി ഹിസാബാത്തിൻ, അവരുടെ കണക്ക് പ്രസിദ്ധീകരിക്കുന്നത് തടയേണ്ടതാണ്. സൗദി അറേബ്യയിൽ തടയണം എന്നാണ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്നത്. ഇവിടെ നമുക്ക് അധികാരം ഉണ്ടായിരുന്നു, നമ്മൾ തടയണമായിരുന്നു. لأنهم بذلك يشوشون على الناس, കാരണം അവർ അതുകൊണ്ട് എന്താണ് ഉണ്ടാക്കുന്നത്, ജനങ്ങൾക്കിടയിൽ തശ്വീഷ് ഉണ്ടാക്കുകയാണ്, ജനങ്ങൾക്ക് വസ്വാസം ഉണ്ടാക്കുകയാണ്. ഉറപ്പല്ലേ, അവർ കാണൂല എന്ന് പറഞ്ഞല്ലോ, അവർ മറ്റൊരു വരുന്ന ആൾക്കാരോ യൂണിഫോം കാണുമെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ മുസ്ലിമീങ്ങൾക്കിടയിൽ വസ്വാസം ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇവരോട് ചോദിക്കുകയാണ്, ലജ്നത്തു ദാഇമയോട് ചോദിക്കുകയാണ്, ഇപ്പൊ ഇവർ പറയുന്നുണ്ടല്ലോ, ഇന്ന ഉലമാ അൽ ഫലക് ഖദ് വസലു ഇലൽ ഖിമ്മത്തി ഫി ഇൽമിൽ ഫലക്, ഇവർ ഈ വിഷയത്തിൽ ഇപ്പൊ വളരെ ഉന്നതിയിലെത്തിയല്ലോ, ശാസ്ത്രം പുരോഗമിച്ചിട്ട് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്ന വിധത്തിൽ ഇവരെത്തിയെന്നാണല്ലോ പറയുന്നത്, അതുകൊണ്ട് ഇത് സ്വീകരിക്കാൻ പറ്റുമോ? അപ്പോ ലജ്ന പറയുകയാണ്, അൽ ഖൗലു സഹീഹു അല്ലദീ യജിബുൽ അമലു ബിഹി ഹുവ മാ ദല്ല അലൈഹി ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞത് മാത്രം സ്വീകരിക്കാൻ പാടുള്ളൂ, അതാണ് ശരിയായ വാക്ക്. സൂമു ലിറുയതിഹി ഫഅഫ്തിറു ലിറുയതിഹി ഇൻ ഗുമ്മ അലൈക്കും ഫഅക്മിലുൽ ഇദ്ദ, നിങ്ങൾ നോക്കുക, നോമ്പ് നോക്കുക, പെരുന്നാളാക്കാനും നിങ്ങൾ മാസപ്പറയും നോക്കുക, കണ്ടില്ലെങ്കിൽ മേഘം മൂടിയോ നിങ്ങൾ 30 പൂർത്തിയാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് സ്വീകരിക്കുക. കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ അറിയാം, ഈ സയന്റിസ്റ്റുകൾ ഇങ്ങനെ ശാസ്ത്രം ഇവർ ഈ പറയുന്ന പുരോഗതിയൊക്കെ കിട്ടും, ഇവർ പറയുന്നതാണ് പുരോഗതി. ചില സമയത്ത് ഒരു പുരോഗതി നമ്മൾ കാണൂല, ചില സമയത്തൊക്കെ ഇവരുടെ പുരോഗതി എവിടെ എത്തിയത് നമുക്ക് കാണുകയില്ല. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഒരു പ്ലേറ്റ് കാണാതായല്ലോ, 100-300 മനുഷ്യന്മാരെയും കൊണ്ട് ഒരു പൊടി പോലും കിട്ടിയിട്ടില്ല. ഇവർ പറയുന്നത് എന്താണ്, ലോകത്തിന്റെ ഏത് മുക്കുമൂലയിൽ എന്ത് പൊടി ഉണ്ടെങ്കിൽ നമ്മളെ പിന്നെ നാസ കണ്ടുപിടിക്കുന്നതാണ്. എന്നിട്ട് വലിയൊരു വിമാനം എത്രയോ മനുഷ്യന്മാരും കൊണ്ടുപോയ ഒരു വലിയ വിമാനം, അത് പോയിട്ട് ഒരു പൊടിയും കിട്ടിയിട്ടില്ല, എത്ര തെരഞ്ഞു നോക്കി. അപ്പൊ ഇവരുടെ കണ്ടുപിടുത്തങ്ങൾ പലതും നശിപ്പിക്കാനുള്ളതാണ്, ആര് രക്ഷിക്കാനുള്ളതല്ല. ആളുകൾ ഒന്നാകെ നശിപ്പിക്കേണ്ട പലതും ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷെ മനുഷ്യന്മാരെ രക്ഷിക്കേണ്ട പലതും ഇവർ കണ്ടുപിടിച്ചിട്ടില്ല. കയറൊന്നും പലതും ഇവർക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സയൻസിൽ എത്താൻ പറ്റാത്ത ഒരുപാട് മേഖലകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് കൊണ്ട്, സഹാബത്തിന്റെ വാക്കുകൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് മസീഹ് ദജ്ജാൽ ഭൂമിയിൽ ഒരു ദ്വീപിലുണ്ട് എന്നുള്ളത്. ഇന്നുവരെ ഏതെങ്കിലും ആളുകൾ നമുക്ക് പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട്, തെളിയിച്ചു തന്നിട്ടുണ്ടോ? ഇപ്പൊ ഭൂമിയിൽ ഇവർ എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളുണ്ട് എന്ന് നമുക്ക് ഇതിനൊക്കെ വ്യക്തമാണ്. യജൂജ് മഅജൂജ് അവരുണ്ട്, ദുൽഖർനൈനിക്ക് എത്തിയ മതിലിന്റെ അപ്പുറത്ത് അവരുണ്ട്, ഇന്നും കാത്തിരിക്കുകയാണ്. തൊളയുണ്ടാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു തൊളയുണ്ടാക്കി. റസൂലുള്ളാഹി ബേജാറായിട്ട് വന്നിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്ന് വലിയ ഷർറാണ് സംഭവിച്ചിട്ടുള്ളത്, ദുൽഖർനൈൻ കെട്ടിയ മതിലിന് തൊളയുണ്ടാക്കിയിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ കൽപ്പന വന്നാൽ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു, ജഅലഹു ദക്ക, അത് അവർ തകർത്ത് കളയും. അതുപോലെ അവർ വതറക്ന ബഅദഹും യമൂജു ബിബഅദ്, അവരിങ്ങനെ തിരമാലകൾ കണക്കെ ഇറങ്ങി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ദുൽഖർനൈൻ കെട്ടിയ മതിലിനപ്പുറത്ത് അവരുണ്ട്. എവിടെയാണ് ഭൂമിയിലെ മതിൽ? ഇവരാരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇപ്പോ ഭൂമി മുഴുവൻ മനുഷ്യന്റെ കണ്ണുകൾ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കിബർ മാത്രമാണ്, വെറും കിബർ. അതൊന്നും യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല. വളരെ ദുർബലനാണ്. ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ദുർബലനാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കാം. അല്ലാഹു റബ്ബുൽ ആലമീൻ അറിയാം ഇവർ ഈ പറയുന്ന കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തും. എന്നിട്ടും അല്ലാഹു റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ ചെയ്യാനാണ്, നോക്കാനാണ്, അല്ലാതെ മറ്റാരെങ്കിലും നമ്മൾ പരിഗണിക്കാനല്ല. അതുപോലെ തന്നെ ഇതുകൊണ്ടുണ്ടാകുന്ന പല ഷർറുകളുണ്ട്. ഈ കണക്ക് കൊണ്ടുണ്ടാകുന്ന പല ഷർറുകൾ എന്താണ്? അതിൽപ്പെട്ടതാണ് ഒന്ന്, നോക്കുന്ന ആ സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിനെ നൂറ്റാണ്ടുകളായി മുസ്ലിം ഉമ്മത്ത് ചെയ്തു വരുന്ന കാര്യത്തെ തന്നെ ഇവരില്ലാണ്ടാക്കാണ് ഈ കണക്കിലൂടെ. കാണൂല എന്നങ്ങ് പ്രഖ്യാപിച്ചു, പിന്നെ ആരെങ്കിലും നോക്കാൻ പോവോ? പ്രത്യേകിച്ച് സംഘടന പറയുന്നത് അള്ളാഹിന്റെ കിതാബ് പറഞ്ഞതിനേക്കാളും കൂടുതൽ അനുസരിക്കുന്ന ആളുകൾ ഒരിക്കലുമില്ല. സ്വന്തം ഉപ്പയും പോയി വന്ന് കണ്ടെന്ന് പറയാൻ വിശ്വസിക്കില്ല, കാരണം സംഘടന നേതാവ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആളുകളുടെ ചിന്ത മുരടിച്ച തഖ്ലീദിന്റെ ആളുകളാണ് ഈ സംഘടനകളുടെ ആളുകൾ. പഴയ തഖ്ലീദ് ഉണ്ടല്ലോ, അതിനേക്കാളും മുരടിച്ച
അങ്ങനെ മനുഷ്യന്റെ മനസ്സ് വരണ്ടതാക്കി കളയുന്ന ഒരു ജാതി സാധനമാണ് ഈ സംഘടനകളുടെ തഖലീദ്. അത് എത്ര വിശ്വസ്തരായ ആളുകൾ പോയി പറഞ്ഞാലും വിശ്വസിക്കൂല. കാരണം എന്താ, നേതാവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, കാണൂല, പിന്നെങ്ങനെ കാണാനാണ്? നേതാവ് പറഞ്ഞ് സംഘടന പറഞ്ഞതിന് എന്തെങ്കിലും ഇത് നടക്കുമോ അതിനെതിരായി എന്നാണ് ആളുകൾ എടുക്കുന്നത്. അത്രയും കുടുക്കായ ചിന്തയാണ് അതിലേക്കാണ് ഈ മതസംഘടനകൾ ആളുകളെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ സുന്നത്തിനെ ഇല്ലാതാക്കി 29 നോക്കാന്നുള്ള പരിപാടിയില്ല. കാരണം കാണൂല, നേതാവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി നോക്ക്, നിങ്ങൾ എത്ര മനുഷ്യന്മാർ പോയി കണ്ടാലും ഈ സംഘടനകൾ മാറ്റുമോ? ഇത് പറഞ്ഞത് മാറ്റുമോ? മാറ്റാൻ സാധ്യതയുണ്ട്. ഇവരുടെ സ്വഭാവം വെച്ചിട്ട്, ഇവരുടെ പ്രവർത്തനം വെച്ചിട്ട് പറഞ്ഞത് മാറ്റുമോ? ഒരിക്കലുമില്ല. എന്തെങ്കിലും ന്യായീകരണം പറയും, എന്തെങ്കിലും പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നായിട്ട് പറയും ചിലപ്പോ, അല്ലാഹു അഅലം. അപ്പൊ അങ്ങനെ ആണ് ഇവരുടെ സ്വഭാവം. അപ്പൊ സഹോദരങ്ങളെ, അങ്ങനെ ഒരു പ്രയാസം അതിനുണ്ട്. അതുപോലെ നമുക്ക് മുസ്ലിം ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന അതിഗൗരവകരമായ പ്രശ്നം അതിനുണ്ട്. അതിനെ അങ്ങ് പ്രഖ്യാപിച്ചാലാണ് എന്ത് നോക്കണ്ടില്ല എന്നുള്ളത്. ഈ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ വലിയ പ്രശ്നങ്ങൾക്കാണ് വഴിവെക്കുന്നത്. വലിയ കുഴപ്പം, എത്ര കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതുകൊണ്ട്. എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ് ഇത് ചെയ്യുന്നത്? മുസ്ലിമുകളെ കാണാൻ അനുവദിക്കാതെ കാണൂല എന്ന് ഇവരങ്ങ് പറയുന്ന ആളുകളെ പോലെ അങ്ങ് പ്രഖ്യാപിക്കുക. അതുപോലെ തന്നെ അതുപോലെ തന്നെയുള്ള പ്രശ്നമാണ് മുസ്ലിങ്ങളിൽ കളവ് ആരോപിക്കുക എന്നത് ഇതുകൊണ്ടുണ്ടാവും. കാരണം കാണും എന്നത് വ്യക്തമായി എത്രയോ ആളുകൾ കണ്ടത് ഉലമാക്കൾ നമുക്ക് പറഞ്ഞു. ഇങ്ങനെ കാണൂല എന്ന് പറഞ്ഞിട്ട് കണ്ട ആരെങ്കിലും വന്നാൽ ഇവരെന്താ ചെയ്യാ? പറഞ്ഞാണ് കള്ളനാക്കി അവന്റെ പേരിൽ കെദിബ് ആരോപിക്കുന്നു. അവന്റെ അദാലത്തിൽ, മുസ്ലിമിന്റെ അദാലത്തിൽ അവൻ നീതിമാനാണ് എന്നതിൽ സംശയിക്കുന്നു. അങ്ങനെ ഒരു ഫസാദ് അതിലുണ്ട്. റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഒഴിവാക്കുന്ന ഫസാദുണ്ട്, ഭിന്നിപ്പുണ്ടാക്കലുണ്ട്, മുസ്ലിമുകളുടെ അദാലത്ത് അതിൽ സംശയിക്കുകയുണ്ട്. ഇപ്പൊ സഹോദരങ്ങളെ, നമുക്ക് അത്ഭുതം തോന്നുന്ന കാര്യം നേരത്തെ ഞാൻ അവസാനം പറഞ്ഞ കൂട്ടരെ കുറിച്ചാണ്. യദൂത്ത് മുജാഹിദീൻ കൊണ്ടേ പറഞ്ഞ കാര്യമാണ് ഇത്. പക്ഷേ അവരിൽ നിന്ന് ഒഴിവായി വന്ന ആളുകൾ സലഫിയത്തിലേക്ക് തിരിച്ചു പോകുമെന്ന് പറഞ്ഞ ആളുകൾ എല്ലാത്തിലും എന്താണോ പഴയ വിഭാഗം പറഞ്ഞത് അത് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പല പല വിഷയങ്ങളും നമ്മളങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ പറയുന്ന കുഫറിലേക്ക് വരെ എത്തുന്ന ചില വിഷയങ്ങളിൽ അവരെക്കാളും മുമ്പിലായി ഈ പറയപ്പെട്ട പുതിയ ആളുകൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ നമ്മൾ നന്നായി പഠിക്കുക. ഇതാണ് ഈ വിഷയത്തിൽ ഹക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹക്ക് വെളിപ്പെടുത്തൽ ഏത് സമയത്തും നമ്മുടെ ബാധ്യതയാണ്. അത് ഓരങ്ങനെ പ്രഖ്യാപിച്ചല്ലോ, ഇവരിങ്ങനെ പ്രഖ്യാപിച്ചല്ലോ, ഇതൊക്കെ കൊണ്ട് ദീൻ മൂടപ്പെടുകയാണ്. ആളുകൾ അങ്കലാപ്പിലാണ്. എന്താണ് ഇതിൽ ഹക്കെന്ന് മനസ്സിലാക്കാതിരിക്കണം. അവരങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, മറ്റൊരാകട്ടെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ദീനിൽ ഇതിന് വല്ല സ്ഥാനവുമുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഹക്ക്. അപ്പൊ ഇന്നിപ്പോ റമദാൻ 29 നമ്മൾ വിശ്വസിക്കുന്നു കാണാൻ സാധ്യതയുണ്ട് എന്ന് ഈ പറയപ്പെട്ട ഉലമാക്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ. അല്ല എന്ന് പറയുന്നവർ തെളിവുകൾ കൊണ്ടുവരിക. അല്ലാതെ അവർ പണ്ട് ഞങ്ങൾ 970 അൽമനാറിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട, അതവിടെ വെച്ചാൽ മതി. മറിച്ച് തെളിവുകൾ കൊണ്ടുവരിക. നിങ്ങൾ ഏത് സലഫിയത്താണ് അവകാശപ്പെടുന്നത്, ഏത് ഉലമാക്കളുടെ പാരമ്പര്യമാണ് അവകാശപ്പെടുന്നത്, അവരുടെ കൗല് കൊണ്ടുവരും, അവർ പറഞ്ഞത് കൊണ്ടുവരും. ഈ വക വിഷയങ്ങളിൽ ഇവിടെയുള്ള ഏതെങ്കിലും ജാഹിലിങ്ങളായ ആളുകളല്ല അഭിപ്രായം പറയേണ്ടത്, ഉലമാക്കളാണ് പറയേണ്ടത്. ഉലമാക്കൾ പറഞ്ഞത് കൊണ്ടുവരും. നിങ്ങളുടെ ന്യായീകരണങ്ങൾ, നിങ്ങളുടെ പൈതൃകങ്ങൾ, നിങ്ങളുടെ പാരമ്പര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല. മറിച്ച് സലഫിയ എന്ന് പറഞ്ഞാൽ അത് വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ രീതി, അതനുസരിച്ച് അത് നന്നായി പഠിച്ചിട്ടുള്ള ഉലമാക്കൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഹക്കിന്റെ മാർഗം, അതാണ് സലഫിയ. ഇത് ഏത് വിഷയത്തിലും നമ്മൾ മനസ്സിലാക്കൽ നമുക്ക് നിർബന്ധമാണ്. നാട്ടിലിപ്പോൾ അങ്ങനെ നടക്കും ഇങ്ങനെ നടക്കും എന്ന് വിചാരിച്ചിട്ട് ദീനിലെ ഹുക്കുമില്ലാതാവും. നാട്ടിൽ അവരെങ്ങനെ പ്രഖ്യാപിച്ചു, ഇവരിങ്ങനെ പ്രഖ്യാപിച്ചു, അവർക്കൊരു പെരുന്നാളായി ഇവർക്ക് വേറെ പെരുന്നാളായി എന്നതുകൊണ്ട് ദീനിലെ ഈ ഹുക്കും ഇല്ലാതാകുന്നില്ല. അത് വ്യക്തമാക്കുക എന്ന ഉദ്ദേശമേ നമുക്കുള്ളൂ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ഈ സംസാരവും ഈ കേൾവിയും അവങ്കൽ നല്ലൊരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഹക്ക് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അതിനോട് ഒരിക്കലും പാടില്ലാത്ത താർക്കിക ബുദ്ധി ഇല്ലാതിരിക്കാനും മറ്റ് താല്പര്യങ്ങൾ കൊണ്ട്, എന്തെങ്കിലും താല്പര്യങ്ങൾ കൊണ്ട് ഹക്കിനെ എതിർക്കുന്ന ശൈലി ഇല്ലാതിരിക്കാനും അല്ലാഹു റബ്ബുൽ ആലമീൻ എന്നെ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والله تعالى أعلم، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.